ഹലോ എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 1 ആയിട്ടുള്ള ഹിസ്റ്ററി ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ പാർട്ട് അതിന്റെ പാർട്ട് 2 ഓപ്ഷൻ ആണ് പാർട്ട് 2 പാർട്ടാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ വരാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രീ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചും അതിന് ബ്രിട്ടീഷേഴ്സ് വന്ന ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചും ആ സമയത്തുള്ള ഇന്ത്യൻ സൊസൈറ്റിയുടെ തോട്ട്സിനെ കുറിച്ചും അത് മാത്രമല്ല ഇന്ത്യൻ സൊസൈറ്റിയുടെ എന്താണ് നമ്മുടെ റിഫോമിസ്റ്റ് മൂവ്മെന്റുകളെ കുറിച്ചും റിവൈവലിസ്റ്റ് മൂവ്മെന്റുകളെ കുറിച്ചും അല്ലെ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഫോർ ഫ്രീഡം ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അല്ലെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്ക് ചേഞ്ചസ് വരുത്തിയ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ തോട്ട് പ്രോസസ്സിന് അല്ലെങ്കിൽ അതിന്റെ ഒരു പാറ്റേണിന് ചേഞ്ചസ് വരുത്തിയ കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനിനെ എമർജൻസിനെ സഹായിച്ചതും. അപ്പൊ അതിലൊരു റീസൺ ആയിട്ട് പറയുന്നത്, അതിലൊരു ഘടകമായിട്ട് പറയുന്നത് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഫോർ ഫ്രീഡം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഫോർ ഫ്രീഡം ഇൻ ഇന്ത്യ? അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫ്രീഡം സ്ട്രഗിളിന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, സാമൂഹികമായ പശ്ചാത്തലത്തെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ കമ്മിങ് ഓഫ് MK ഗാന്ധി on the scene, the Congress became a mass-based political party in which urban professional peasants, artisans and industrial workers formed the bulk of primary members. എന്താണ് പറയുന്നത്? മഹാത്മാഗാന്ധിയുടെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കുള്ള ഒരു വരവോടുകൂടി ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തായി മാറി? ഒരു മാസ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയായി മാറി. അല്ലെ, അതിനൊരു പൊളിറ്റിക്കൽ ചായ, അല്ലെ, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മാസ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയായി മാറി. അതിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് വന്നിട്ടുള്ളത്? പ്രൊഫഷണൽസും പെസൻസും ആർട്ടിഷ്യൻസും ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും ഒക്കെ അതിന്റെ മെമ്പേഴ്സ് ആയിട്ട് മാറി. Broadly speaking, intellectual in India did not have to face the type of persecution faced elsewhere for holding independent political opinion or agitation for freedom. എന്താണ് പറയുന്നത്? ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ ഒപ്പീനിയൻ കൊണ്ടും ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും ഈ പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നവരുടെ ഒരു പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ ഉണ്ടല്ലോ, അത് വല്ലാതെ ഈ പറയുന്ന നമ്മുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇന്റലക്ച്വൽസിന് വല്ലാതെ ഏറ്റിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവരിലേക്ക് ഒരുപാട് ഡിഡ് നോട്ട് ഹാവ് ടു ഫേസ് എന്നാണ് പറയുന്നത്. അവരധികം ഫേസ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിനെയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇന്റലക്ച്വൽസിന് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ന്യൂമറസ് കോൺഗ്രസ് ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ് വെന്റ് ടു prison under the charge of sedition during സ്വദേശി മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെയും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും സ്വദേശി മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് കോൺഗ്രസ് ലീഡേഴ്സും ഫോളോവേഴ്സും ഒക്കെ ജയിലിൽ പോവുകയുണ്ടായി. അത് തന്നെയാണ് അതിന് മുമ്പത്തെ ഒരു സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഇത്തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ ഫൈറ്റേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ശാരീരിക മാനസികമായ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യയിലെ ഇന്റലക്ച്വൽസിന് അത്ര ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നില്ല. അപ്പൊ അവരുടെ റോൾ എന്ന് പറയുന്നതും പിന്നീട് അങ്ങോട്ട് അവരുടെ റോള് വരാൻ പോകുന്നത് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടംപററി നേച്ചർ ഓഫ് റിലീജിയസ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്. അപ്പോൾ എന്താണ് ഈ സ്ലൈഡിൽ എന്താണ് പറയുന്നത്? സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ആണ്, അല്ലെ? ഫ്രീഡം സ്ട്രഗിളിന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അടുത്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടംപററി നേച്ചർ ഓഫ് റിലീജിയസ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്. ആ സമയത്ത് ഫ്രീഡം സ്ട്രഗ്ലിംഗ് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് കണ്ടംപററി നേച്ചർ ഓഫ് റിലീജിയസ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് ഇതിൽ പറഞ്ഞു വരുന്നത്. While the religious movement indirectly contributed to the political movement through education and reforms. ഈ റിലീജിയസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ റിഫോമിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ചും റിവൈവലിസ്റ്റ് മൂവ്മെന്റുകളെ കുറിച്ചും പറഞ്ഞു. ഈ റിലീജിയസ് മൂവ്മെന്റ് എന്താണ് നമുക്ക് ഒരു ഇൻഡയറക്ട്ലി കോൺട്രിബ്യൂട്ട് ടു ദ പൊളിറ്റിക്കൽ മൂവ്മെന്റിന് ഇൻഡയറക്ട്ലി ഈ റിലീജിയസ് മൂവ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ? എഡ്യൂക്കേഷനിലൂടെയും റിഫോമിലൂടെയും പൊളിറ്റിക്കലി പറയുന്ന ഫ്രീഡം ഫൈറ്റ് മൂവ്മെന്റിന് ഈ പറയുന്ന റിലീജിയസ് മൂവ്മെന്റ് ഇൻഡയറക്ട്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. The National Congress and other political parties directly participated in political activities. The former type of movement induced self-confidence, while the later type created a political consciousness.
അപ്പൊ പറയുന്നത് റിലീജിയസ് മൂവ്മെന്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റിന് ഒരു എന്താണ് റിഫോം ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന തരത്തിൽ ഇൻഡയറക്ട്ലി ഒരു കോൺട്രിബ്യൂഷൻ നൽകിയപ്പോൾ ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലും കൂടുതൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്താണ് തരുന്നത്? ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സും ഈ റിലീജിയസ് മൂവ്മെന്റ് എന്താണ് നൽകുന്നത്? ഒരു സെൽഫ് കോൺഫിഡൻസ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ആളുകളിൽ റിഫോം അല്ലെങ്കിൽ റിലീജിയസ് മൂവ്മെന്റിലൂടെ ആളുകളിലേക്ക് നൽകുന്നത് ഒരു സെൽഫ് കോൺഫിഡൻസ് ആണെങ്കിൽ ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്താണ് ആളുകൾക്ക് നൽകുന്നത്? ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ആണ്, അല്ലെ? ഇതും രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഒരു ഫ്രീഡം മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആളുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് നമുക്കുണ്ടായിരിക്കണം. ഇത് കൂടാതെ തന്നെ അത് പ്രവർത്തിക്കാനും നമുക്ക് ഫ്രീഡം നേടിയെടുക്കാനുമുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുകയും വേണം. ആ സെൽഫ് കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ അവിടെ എഡ്യൂക്കേഷനും റിഫോമും വേണം. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്ന വ്യക്തിക്ക് മാത്രമേ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് മാത്രമല്ല, ഈ പറയുന്ന സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സും ഇത്തരത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. The two types may be viewed as contemporary development of Indian society. ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിനെയും റിലീജിയസ് മൂവ്മെന്റ്സിനെയാണ് ഈ ടു ടൈപ്പ് എന്ന് പറയുന്നത്. We have so far discussed the social cultural scenario that provide to backdrop of development of sociology in India. ഇതന്നെയാണ് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് സോഷ്യൽ ചേഞ്ചിന് കാരണമായ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു എമോഷൻസിന് സഹായകമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. Political movement related to peasants, women, minorities and scheduled caste and tribes. അതായത് നമ്മളിപ്പോ പൊളിറ്റിക്കൽ മൂവ്മെന്റിനെ കുറിച്ച് പഠിച്ചു, പൊളിറ്റിക്കൽ മൂവ്മെന്റും റിലീജിയസ് മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിച്ചു. ഇനി പൊളിറ്റിക്കൽ മൂവ്മെന്റ് കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്തിട്ട് പൊളിറ്റിക്കൽ മൂവ്മെന്റ് റിലേറ്റഡ് ടു പെസൻസ്, അതായത് കർഷകരും സ്ത്രീകളും മൈനോറിറ്റീസിന്റെയും ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ പാർട്ടിസിപ്പേഷനുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിക്കാൻ പോകുന്നത്. മുഖർജി, റാവോ ആൻഡ് ഓമെൻ അങ്ങനെയാണ് അദ്ദേഹത്തെ പറയുന്നത്. ഇവരൊക്കെ ഈ പറയുന്ന ഒരു ഇന്ത്യൻ ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ഒക്കെ എന്ന് പറയുന്ന രാധാകമൽ മുഖർജിയെ കുറിച്ചും അതിൽ ഉമ്മനെ കുറിച്ചൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ അത്തരത്തിൽ ഒരു സോഷ്യൽ ഫിലോസഫേഴ്സ് ആയിട്ട് കണക്കാക്കുന്ന ഇന്ത്യൻ ഇന്റലക്ച്വൽസ് ആണ് ഈ മുഖർജിയും റാവോ ഉമ്മൻ എന്ന് പറയുന്നവര്. have worked on theoretical and subtraction aspect of such movements in India. ഇവര് ഇന്ത്യയിലെ ഒരുപാട് മൂവ്മെന്റുകളെ കുറിച്ച് പഠിച്ച, എത്തരത്തിൽ ഇന്ത്യയുടെ മൂവ്മെന്റുകളെ കുറിച്ച് പഠിച്ച, തിയററ്റിക്കൽ ആയിട്ടും സബ്സ്ട്രാക്ഷൻ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ മൂവ്മെന്റ്സിനെ കുറിച്ച്, ഈ പെസൻസിന്റെയും വിമന്റെയും മൈനോറിറ്റിയും ഷെഡ്യൂൾ കാസ്റ്റിന്റെയും ട്രൈബിന്റെയും പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിനെ കുറിച്ച് വളരെ തിയററ്റിക്കൽ ആയിട്ടുള്ള സബ്സ്ട്രാക്ഷൻ ആസ്പെക്റ്റിൽ പഠിച്ച തിയറിസ്റ്റുകളാണ് ഈ മുഖർജിയും റാവുവും ഉമ്മൻ എന്ന് പറയുന്ന ഈ മൂന്ന് പേര്. For enumerating example of political movement in India, we may look at the Telangana peasant struggle movement between 1946 and 1951. ഒരുപാട് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇന്ത്യയിൽ നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ പോലും ഈ പറയുന്ന ഒരു റീജിയണൽ ആയിട്ടുള്ള പെസൻസും വിമനും മൈനോറിറ്റിയും അവരൊക്കെ നടത്തിയിട്ടുള്ള മൂവ്മെന്റുകളെ നമ്മൾ കാണാതെ പോകരുതെന്നാണ് പറയുന്നത്. അതിനുള്ളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് തെലുങ്കാന പെസൻസ് സ്ട്രഗിൾ ആണ്. തെലുങ്കാനയിലെ കർഷകർ നടത്തിയ ഒരു സ്ട്രഗിൾ മൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? Telangana peasant struggle movement between 1946 and 1951. It was led by the Communist Party of India. ഈ പെസൻസ് മൂവ്മെന്റും അതുപോലെ വിമൻ മൂവ്മെന്റും മൈനോറിറ്റി മൂവ്മെന്റ് ഒക്കെ വരുമ്പോൾ അവിടെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഇൻവോൾവ്മെന്റ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇൻവോൾവ്മെന്റും ഈ സമയങ്ങളിൽ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് പെസന്റ് മൂവ്മെന്റുകളിൽ. Similarly, various shade of communist parties has continued to organize the Naxal-based movement of 1960. 1960-കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മറ്റു ഓർഗനൈസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്, ഒരു നെക്സൽ ബേസ്ഡ് മൂവ്മെന്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബോത്ത് തെലങ്കാന ആൻഡ് നെക്സൽ ബൗണ്ട് മൂവ്മെന്റ് ഹാസ് ട്രൈ ടു ചേഞ്ച് ദ എക്സിസ്റ്റിംഗ് അഗ്രേറിയൻ റിലേഷൻസ്. ഈ പറയുന്ന പെസന്റ് മൂവ്മെന്റ്സ് വരുന്നത് കൂടുതലുമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫ്രീഡം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്ത്യ ഫ്രീഡം മൂവ്മെന്റ് അല്ലെങ്കിൽ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്ന കാര്യത്തിനേക്കാൾ കൂടുതലായിട്ട് ഒരിടം കിട്ടിയതുകൊണ്ട് മാത്രമല്ലല്ലോ, ഇന്ത്യയുടെ അടിത്തട്ടിലുള്ള ഇന്ത്യയുടെ എന്താണ് സോഷ്യൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സമൂഹത്തിന്റെ ഘടനയിൽ വരുന്ന അല്ലെങ്കിൽ ആ പാറ്റേണിൽ വരുന്ന ഒരു മാറ്റം കൂടിയുണ്ട്.
നമ്മളൊരു ജാതീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ ഇടയിൽ ജാതീയമായിട്ടുള്ള വേർതിരിവുകളുണ്ട്. അപ്പൊ നമുക്കൊരു മൂവ്മെന്റ്, നമുക്കൊരു ഫ്രീഡം കിട്ടുമ്പോൾ ഓൾറെഡി എക്സിറ്റഡ് ആയിട്ടുള്ള റിച്ച്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂസിൽ നിന്നും കൂടി ഒരു ഫ്രീഡം കിട്ടണം. അതാണ് ഒരു ഫ്രീഡത്തിന്റെ ഒരു അൾട്ടിമേറ്റ് ഫിഗർ എന്ന് പറയുന്നത്. അത്തരത്തിൽ തെലുങ്കാനയിലും നെക്സൽ ബൗണ്ട് മൂവ്മെന്റ്, തെലുങ്കാന മൂവ്മെന്റും 1946-ലെയും 1981-ലെയും തെലുങ്കാന മൂവ്മെന്റും നെക്സൽ ബേസ്ഡ് മൂവ്മെന്റും ഒക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എക്സ്ചേഞ്ച് ദ എക്സിസ്റ്റിംഗ് അഗ്രേറിയൻ റിലേഷൻ, ഈ ഫ്യൂഡൽ വ്യവസ്ഥിതിയിലുള്ള അഗ്രേറിയൻ റിലേഷൻസിന്റെ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള മൂവ്മെന്റുകൾ വരുന്നത്. The scheduled caste and tribe, being the most exploited and oppressed segment of Indian society, have quite a long history of protest, struggle, and organized movement. And then Ambedkar has worked on the Dalit movement after Ambedkar, while Sinha and Singh has studied tribal movement. അതായത് നമ്മുടെ നാട്ടിലെ ട്രൈബൽ SC എന്ന് പറയുന്ന വിഭാഗം, ദളിത് എന്ന് പറയുന്ന നമ്മുടെ വിഭാഗം, ഷെഡ്യൂൾഡ് കാസ്റ്റും ട്രൈബും അവരാണ് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷന്റെയും ഒപ്രഷന്റെയും ഭാഗമായിട്ടുള്ള ഒരു സെഗ്മെന്റ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് കാലത്തെ പ്രൊട്ടസ്റ്റിന്റെയും സ്ട്രഗിളിന്റെയും ഒരു ഹിസ്റ്ററി തന്നെയുണ്ട്. ഈവൻ ഇന്ന് പോലും അവരുടെ ഒരു പ്രൊട്ടസ്റ്റിന്റെയും സ്ട്രഗിളിന്റെയും മൂവ്മെന്റിന്റെയും ഹിസ്റ്ററി ഉള്ള ഒരു രാജ്യമാണ് നമ്മൾ. അതിൽ പറയുന്ന ഒരു തിയറിസ്റ്റ് ആണ് OMVEDT എന്ന് പറയുന്ന തിയറിസ്റ്റ്. അവര് ദളിത് മൂവ്മെന്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആഫ്റ്റർ അംബേദ്കറിന് ശേഷം ദളിത് മൂവ്മെന്റുകളെ കുറിച്ച് പഠിച്ചൊരു തിയറിസ്റ്റ് ആണ് ഓംവെൽറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്പെല്ലിംഗ് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം, OMVEDT. അതിനുശേഷം സിൻഹ ആൻഡ് സിൻഹ് എന്ന് പറയുന്ന രണ്ട് തിയറിസ്റ്റുകൾ ദളിത് മൂവ്മെന്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ പേരുകൾ ഓർത്തു വെക്കണം. കാരണം ചിലപ്പോ ഈ പേരുകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ പേരുകൾ എഴുതുന്നത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം വിമൻ മൂവ്മെന്റിലേക്ക് വരികയാണെങ്കിൽ, വിമൻസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ആൻഡ് ദർ ലിങ്ക്സ് വിത്ത് ദ സ്റ്റേറ്റ് ആർ സബ്ജക്റ്റഡ് മാറ്റർ ഓഫ് സ്റ്റഡീസ് സച്ച് ആസ് സ്കോളർ ഓഫ് ആസ് ലിംഗം. അതായത് വിമൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ മൂവ്മെന്റുകളെ കുറിച്ച് പഠിച്ച തിയറിസ്റ്റുകൾ ആരൊക്കെയാണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ സ്കോളേഴ്സ് ആണെന്നാണ് പറഞ്ഞത്? ലിംഗം 1998, ജെയിൻ 1984, ദേശായി AR ദേശായി എന്ന് പറയുന്ന തിയറിസ്റ്റുകളുടെ വർക്കുകളെ കുറിച്ച് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. 1988 ദേശായിയും 1984 ജെയിനും 1998 ലിംഗം എന്ന് പറയുന്ന സ്കോളേഴ്സ് ഒക്കെ ഇന്ത്യയിലെ സ്ത്രീകളുടെ മൂവ്മെന്റുകളെ കുറിച്ച് പഠിച്ച തിയറിസ്റ്റുകളാണ്. പാർട്ടിസിപ്പേഷൻ ഓഫ് യൂത്ത് ഇൻ സ്റ്റുഡന്റ് മൂവ്മെന്റ് ഹാസ് സിഗ്നിഫിക്കന്റ് from the point of view of leadership formation must matures in the stage of later role in regional or national politics. അല്ലെ, യൂത്തിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്, പാർട്ടിസിപ്പേഷൻ ഓഫ് യൂത്ത് ഇൻ സ്റ്റുഡന്റ് മൂവ്മെന്റ് ഹാസ് സിഗ്നിഫിക്കന്റ് ഫ്രം ദ point of view of leadership formation that matures in the stage of later roles in regional or national parties. നാഷണൽ പാർട്ടീസിന്റെ അടുത്ത ലീഡേഴ്സ് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ വരും ലീഡേഴ്സും അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ ഡിസിഷൻസ്, രാജ്യത്തിൻ്റെതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസിഷനിലേക്കൊക്കെ വലിയ റോള് വഹിക്കുന്നത് ഇന്നത്തെ യുവാക്കളാണ്. അവരാണ് നാളത്തെ ലീഡേഴ്സ്. അപ്പൊ യുവാക്കളുടെ പാർട്ടിസിപ്പേഷൻ പോലും ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അടുത്തത് എന്താണ്? ഇന്റലക്ച്വൽ ആൻസിഡൻസ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സോഷ്യോളജിക്കൽ തോട്ട്സ് കൊണ്ടുവന്നിട്ടുള്ള പൂർവികരെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യ ഹാഡ് എ ക്ലാസിക്കൽ ലിറ്റററി ട്രഡീഷൻ വിച്ച് ലാസ്റ്റഡ് ഫോർ സെഞ്ചുറീസ്. അല്ലെ, ഇന്ത്യക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ലിറ്റററി ട്രഡീഷൻ ഉണ്ട്. ഇന്ത്യയുടെ ഫിലോസഫിക്കൽ ട്രഡീഷനെ കുറിച്ചും സ്കൂൾ ഓഫ് തോട്ട്സ് അല്ലെ, 6 സ്കൂൾ ഓഫ് തോട്ട്സിനെ കുറിച്ചും അതുപോലെ വേദാന്തയുടെ 13 പ്രിൻസിപ്പിൾസിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ തുടക്കത്തിൽ ആദ്യത്തെ പാർട്ട് 1 പറഞ്ഞിരുന്നു. അത് തന്നെയാണ് പറയുന്നത്, ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ഹെറിറ്റേജ് അല്ലെ, ക്ലാസിക്കൽ ലിറ്റററി ട്രഡീഷന്റെ ഒരു ഹെറിറ്റേജ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ദ ഹോൾമാർക്ക് ഓഫ് the hallmark of elitism was knowledge of Sanskrit. പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു ഫിലോസഫിക്കൽ ട്രഡീഷൻ അല്ലെങ്കിൽ ഹെറിറ്റേജ് എന്ന് പറയുന്നതെല്ലാം സംസ്കൃത ഭാഷയിൽ ഓറിയന്റഡ് ആണ്. ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു അർബൻ അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ഫിലോസഫി ആക്സസബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഡ്യൂറിങ് ദ ഭക്തി ഫേസ്, എന്താണ് അപ്രോക്സിമേറ്റ്ലി ഫ്രം 9th century AD എന്നാണ് പറയുന്നത്, there was a development of high quality literature in regional language. ഞാൻ പറഞ്ഞിരുന്നു, ഭക്തി ലിറ്ററേച്ചറിന് മുമ്പ് അല്ലെങ്കിൽ ഭക്തി ഫേസിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഫിലോസഫിക്കൽ
അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയിൽ ഓറിയന്റഡ് ആണെങ്കിൽ ഭക്തി ഫേസിന് ശേഷം അല്ലെ 9th സെഞ്ചുറിയുടെ ഭക്തി കാലഘട്ടത്തിന് ശേഷം ഇത്തരത്തിലുള്ള ക്വാളിറ്റി ലിറ്ററേച്ചർ റീജിയണൽ ലാംഗ്വേജിലേക്ക് വരാൻ തുടങ്ങി. കഴിഞ്ഞ ക്ലാസ്സിലെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞിരുന്നു ആസാമീസിലും തെലുങ്കു, തമിഴ്, മലയാളത്തിലൊക്കെ ഭക്തി ലിറ്ററേച്ചർ വരുന്നുണ്ട്. അപ്പോ അതൊരു സൗത്ത് ഇന്ത്യൻ ലെവലിലേക്ക് വരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് ഇതിൽ വരുന്നത്. ദ ഭക്താസ് ഹു ഇൻസ്പയർഡ് ലിറ്റററി ആക്ടിവിറ്റി ഇൻ റീജിയണൽ ലാംഗ്വേജ്, ക്ഷമിക്കണം, റിലീജിയണൽ ലാംഗ്വേജ് അല്ല, റീജിയണൽ ലാംഗ്വേജസ് were either writers themselves or else their teaching inspired literary work. Mention may be maids of എന്താണ് പറയുന്നത്, ഭക്തിസ് അല്ലെങ്കിൽ ഭക്താസ്, ഈ ഭക്തി ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഭക്താസ് എന്ന് പറയുന്ന വിഭാഗം ആളുകൾ ഇതുപോലുള്ള ലിറ്ററേച്ചർ വർക്കുകളൊക്കെ റീജിയണൽ ലാംഗ്വേജിലേക്ക് എഴുതാൻ തുടങ്ങി, എല്ലാവരിലേക്കും ആക്സസ് ആവുന്ന രീതിയിൽ. മെൻഷൻ മെനി മെയ്ഡ് ഓഫ്, അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഭക്താസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഭക്തി ലിറ്ററേച്ചറിന്റെ ഫിഗേഴ്സ് ആണ് തുളസിദാസ്, സുർദാസ് എന്ന് പറയുന്ന അസ്വാദി ആൻഡ് ബറജ്. ആ ഒരു റീജിയണൽ ഭാഷകളാണ്, അവർ എഴുതിയ ഭാഷകളാണ് പറയുന്നത്. അവാദി ആൻഡ് ബ്രജ്, BRAJ എന്ന് പറയുന്നത്, അങ്ങനെയാണ് പറയുന്നതെന്ന് വിചാരിക്കുന്നു. അവാദി ആൻഡ് ബർജ് എന്ന് പറയുന്ന റീജിയണൽ ഭാഷയിൽ എഴുതിയ ഒരു ഭക്തി ലിറ്ററേച്ചറിന്റെ ഒരു പ്രോമിനന്റ് ഫിഗേഴ്സ് ആണ് തുളസിദാസ് ആൻഡ് സുർദാസ് എന്ന് പറയുന്നത്. കബീർ എന്ന് പറയുന്ന വ്യക്തി വേരിയന്റ് ഓഫ് ഹിന്ദുസ് വരുന്നുണ്ട്. അതുപോലെ സംസ്കാരദേവ എന്ന് പറയുന്നത് അദ്ദേഹം ആസാമീസ് ഭാഷയിലാണ് എഴുതിയത്, സൻകാരദേവ. അതുപോലെ ചൈതന്യ ബംഗാളി ഭാഷയിൽ, നവദീപ് ആൻഡ് തുകരാം മറാത്തി. അതുപോലെ എന്താണ് പറയുന്നത്, നർസി മെഹത്ത ഇൻ ഗുജറാത്തി, പുരന്ദരൻദാസ ഇൻ കന്നഡ, നാരായണാസ് ആൻഡ് അൽബറാസ് ഇൻ തമിഴ്. ഇത്തരത്തിൽ ഭക്തി മൂവ്മെന്റ് അല്ലെങ്കിൽ ഭക്തി ലിറ്ററേച്ചറിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ഫിലോസഫിക്കൽ ട്രഡീഷൻ ഒക്കെ അവരവരുടെ റീജിയണൽ ലാംഗ്വേജിലേക്ക് എഴുതുകയും, റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് ഇതിൽ പറയുന്നത് അവാദി ആൻഡ് ബർജ്, അതുപോലെ എന്താണ് അസാമീസ്, ബംഗാളി, കന്നഡ, ഗുജറാത്തി, തമിഴ്, മലയാളം പറയുന്നുണ്ട്. ഇതിൽ മലയാളി ആരാണെന്ന് പറയുന്നില്ല. അപ്പൊ അതില് എല്ലാ റീജിയണൽ ഭാഷയിലേക്കും ഇത് എഴുതാൻ തുടങ്ങി. അത് എഴുതിയ പ്രോമിനന്റ് ഫിഗേഴ്സും അവരുടെ ഭാഷകളുമാണ് ഈ കൊടുത്തു വെച്ചിട്ടുള്ളത്, ഈ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആരൊക്കെയാണ്, അവർ ഏതൊക്കെ ഭാഷയിലുള്ളതാണ്, ആ ഒരു സ്പെല്ലിംഗ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത സ്ലൈഡിൽ എന്താണ് പറയുന്നത്, ഇതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. While the Bhaktas remained preeminently folk venerated figures in several regions of India, the elites continued to cling the Sanskrit as the ideal literary form. The prestige was attached to Sanskrit compositions. എന്താണ് പറയുന്നത്, ഭക്താസി പറയുന്ന പോലെ ഒരു ഫോക്ക് എംബ്രേറ്റഡ് ആയിട്ടുള്ള, അല്ലെ, സെവറൽ റീജിയനിൽ എല്ലാ സാധാരണ ഫോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നാടൻ എന്നാണ് അർത്ഥം. നാടൻ ഭാഷയിലും റീജിയണൽ ആയിട്ടുള്ള ലാംഗ്വേജസിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ലിറ്ററേച്ചർ സംഭവങ്ങൾ എഴുതി തുടങ്ങാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ഭക്താസ് ചെയ്തു തുടങ്ങുമ്പോഴും ഈ എലൈറ്റ് ആയിട്ടുള്ള ഒരു വിഭാഗം ഇപ്പോഴും സംസ്കൃത ഭാഷയിൽ തന്നെ നിൽക്കുകയാണ്. അവർ പറയുന്നത് ഒരു പ്രസ്റ്റീജ് എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴും ഒരു സംസ്കൃത കമ്പോസിഷനിൽ വരുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, വായിച്ചിരിക്കുക എന്നുള്ളതാണ്. സംസ്കൃതമാണ് സമൂഹത്തിൽ പ്രസ്റ്റീജിയസ് തരുന്നത്, അല്ലെങ്കിൽ സംസ്കൃതത്തിലാണ് അത്തരത്തിൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ട്രഡീഷൻ ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവൻ ഭക്തി ലിറ്ററേച്ചർ ഉള്ള സമയത്തും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Even Rabindranath Tagore had a contact with the Bengali traditional elite who held that Sanskrit was much superior medium of instruction. Even രവീന്ദ്രനാഥ ടാഗോർ പോലും അവരുടെ അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ കണ്ടന്റ് വിത്ത് ദ ബംഗാളി ട്രഡീഷണൽ എലൈറ്റ്, ആ ഒരു വിഭാഗം തന്നെയാണ്. അവരും പറയുന്നത് സംസ്കൃതം തന്നെയാണ് സുപ്പീരിയർ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നാണ്. There was a shift but partial change over to English among Indian elites. ഈ സംസ്കൃത ഭാഷയാണ് പ്രസ്റ്റീജ് നൽകുന്നത്, സംസ്കൃത ഭാഷയാണ് ദ സുപ്പീരിയർ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് വിശ്വസിച്ചിരുന്നവർ പോലും ഇംഗ്ലീഷ് ഭാഷയോടുള്ള വരവോടുകൂടി, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു വരവോടുകൂടി അവരിൽ സംസ്കൃതത്തിന്റെ ഒരു പ്രോമിനൻസ് കുറഞ്ഞു വരാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്, സംസ്കൃത് വാസ് ദ സുപ്പീരിയർ മീഡിയം ഫോർ ഇൻസ്ട്രക്ഷൻ. There was a shift but partial change over to English among the
ഇന്ത്യൻ എലൈറ്റ്സ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഒരു വരവോടുകൂടി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു ആവിർഭാവത്തോടുകൂടി അതിലൊരു ചേഞ്ച് വരുന്നുണ്ട് ഈ എലൈറ്റ്സുകളുടെ ഇടയിൽ. അക്കോർഡിംഗ് ടു എഡ്വേർഡ് ഷിൽസ്, അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആണ്, ഒരു ഫോറിൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഈ പോളിസിസിനെ കുറിച്ചും പവർ ക്ലാസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഫോറിനർ സോഷ്യോളജിസ്റ്റ് ആണ് എഡ്വേർഡ് ഷിൽസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു UK ഒരു ഇംഗ്ലീഷ് സോഷ്യോളജിസ്റ്റ് ആണ് എഡ്വേർഡ് ഷിൽസ്. അദ്ദേഹം പറയുന്നത് ഇൻസ്പയർഡ് of this shift to English, there was a subconscious longing among the Indians elites for older Brahmanical tradition based on Sanskrit. അവർ ഈ പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ പറയുന്ന എലൈറ്റ് ക്ലാസ്സിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഷിഫ്റ്റ്, അല്ലെങ്കിൽ അവരിലൊരു ഇംഗ്ലീഷ് ഭാഷയുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു പ്രസ്റ്റീജ് സംസ്കൃതത്തിനേക്കാൾ നൽകുന്ന, അല്ലെങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ ഒരു ക്ലാസ്നെസ്. കാരണം ബ്രിട്ടീഷേഴ്സിന്റെ ഒരു സുപ്രീമസിലേക്ക് ഇന്ത്യൻ സൊസൈറ്റി മാറിയപ്പോൾ അവരുടെ കയ്യിൽ അധികാരം വന്നപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഭാഷ എന്താണെന്നാണ് അറിയേണ്ടത്. അവർക്ക് പ്രസ്റ്റീജും അവർക്ക് പവറും കിട്ടുമ്പോൾ ആ പവറിനെ അവരെ സഹായിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണെങ്കിൽ ആ ഒരു പ്രസ്റ്റീജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറുകയും ബ്രാഹ്മണിക്കൽ സംസ്കൃതത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുറയുന്നു എന്നാണ് എഡ്വേർഡ് ഷിൽസ് പറയുന്നത്. ഇതാണ് ഈ ഒരു എഡ്വേർഡ് ഷിൽസിന്റെ ഒരു കോട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അടുത്തത് ഡെലിമാസ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. ഈ പറയുന്ന ഒരു ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു വരവോടുകൂടി ഒരുപാട് പ്രത്യേകിച്ച് ഇന്ത്യൻ ഇന്റലക്ച്വൽസ് ഒക്കെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൾച്ചറിലെ ഒരു അഡ്വാൻറ്റേജസിനെ കുറിച്ച്, റാഷണാലിറ്റിയെ കുറിച്ച് പറയുമ്പോഴും ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു റിജിഡ് വാല്യൂസും അൺലോജിക് ആയിട്ടുള്ള ലോജിക് ഇല്ലാത്ത കുറെ പ്രാക്ടീസസ് നമ്മൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യൻസിന് പോലും ഏതാണ് നല്ലത്, ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ഡെലിമ ഉണ്ടാവുകയും ഒരു കൺഫ്യൂഷൻ, ഡെലിമ ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വരികയും ചെയ്തു. ആ സമയത്ത് എന്താണ്, അതിൽ ആരൊക്കെ തിയറിസ്റ്റുകളാണ് ആ സമയം കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി ഇന്ത്യൻ സൊസൈറ്റിയിലേക്ക് തോട്ട്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള തിയറിസ്റ്റുകൾ ആരൊക്കെയാണെന്നാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഡെലിമ ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. ഇന്ത്യൻ ഇന്റലക്ച്വൽസ് ഓഫ് 19th century, ഇന്ത്യൻ intellectual of the 20th century were caught in the dilemma between tradition and modernity. ഇന്ത്യയുടെ ആ സമയത്ത് ഇന്റലക്ച്വൽസിന്, അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്റലക്ച്വൽസില് 19th സെഞ്ചുറിയുടെ തുടക്കത്തിൽ ഇന്റലക്ച്വൽസിന് അവിടെ അവർക്ക് വന്നൊരു ഡെലിമ എന്ന് പറയുന്നത് ഈ മോഡേണിറ്റിയും ട്രഡീഷനിലും ഏതാണ് നല്ലത്. മോഡേണിറ്റിയുടേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷനും ഉണ്ട്. ഒന്നിനെ മാത്രമായിട്ട് എടുക്കുക എന്നുള്ളതിനേക്കാൾ പകരം രണ്ടിൽ നിന്നും നല്ലതിനെ സ്വാംശീകരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ഡെലിമ ഇന്ത്യയിലെ ഇന്റലക്ച്വൽസിന്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട്, ഇന്റലക്ച്വൽസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിന് ഫേസ് ചെയ്യുക, അവർ ആ ഒരു ഫേസ് ചെയ്യുകയുണ്ടായി. ട്രഡീഷൻ സ്റ്റുഡ് ഫോർ ഓൾഡ് കസ്റ്റംസ്, വാല്യൂസ് ആൻഡ് ഐഡിയൽസ്. നമ്മുടെ ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓൾഡ് കസ്റ്റംസും വാല്യൂസും ഐഡിയൽസിനെ ഒക്കെ കൂട്ടിപ്പിടിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളും, ആളുകൾക്ക് ഈക്വൽ ആയിട്ട് ആളുകളെ കാണാത്തതും ട്രീറ്റ് ചെയ്യാത്തതും, വളരെ റിജിഡ് ആയിട്ടുള്ള വാല്യൂസും ലോജിക്കൽ ആയിട്ടുള്ള ട്രഡീഷൻസും കസ്റ്റംസും ഉള്ളതാണ് ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പൂർണ്ണമായിട്ടും ഒരു സൊസൈറ്റിയുടെ റിഫോർമെന്റിന് പൂർണ്ണമായിട്ട് കൂട്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. The tradition, okay. While modernity impelled the impact of Western ideas of rationality, freedom, equality. നമ്മുടെ ട്രഡീഷൻ എന്ന് പറയുന്നത് ഓൾഡ് കസ്റ്റംസും വാല്യൂസും ഐഡിയൽസിന്റെ ഒക്കെ ഭാഗമാണെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, റാഷണാലിറ്റി, ഫ്രീഡം എന്ന് പറയുന്ന, ഇക്വാലിറ്റി എന്ന് പറയുന്ന, ഇന്ത്യൻസിന് പരിചയമല്ലാത്ത എല്ലാ മനുഷ്യരെയും ഈക്വൽ ആയിട്ട് കാണുകയും കുറച്ച് സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി വന്നു. അപ്പൊ ഏതിനെ സ്വീകരിക്കണം, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന, ഉതകുന്ന, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കണക്കാക്കുന്ന ഏത് കാര്യത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ ഒരു ഡെലിമ ഉണ്ടാകുകയുണ്ടായി, ഫേസ് ചെയ്യുകയുണ്ടായി ഇന്ത്യൻ സൊസൈറ്റി. അതിന് ആ ഡെലിമ മാറാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് തിയറിസ്റ്റുകളെ കുറിച്ച്, ഫിലോസഫേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വിനോയ് കുമാർ സർക്കാർ, അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് ഞാൻ ഈ ഒരു സ്ലൈഡിന്റെ ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. വിനോയ് കുമാർ സർക്കാർ വാസ് എ റാഷണലിസ്റ്റ്. അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു, അദ്ദേഹം ഒരു റാഷണലിസ്റ്റ് ആയിരുന്നു. ഹി ഡിഡ് നോട്ട് എഗ്രി വിത്ത് ദ വ്യൂ ദാറ്റ് ദ വെസ്റ്റ് വാസ് മെറ്റീരിയലിസ്റ്റിക് വൈൽ ഈസ്റ്റ് വാസ് സ്പിരിച്വലിസ്റ്റിക്. അദ്ദേഹം എഗ്രി ചെയ്യാത്ത ഒരു ഐഡിയോളജിയാണ് വെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് യൂറോപ്പും UK ഒക്കെ എന്ന് വിചാരിക്കുന്നു. യൂറോപ്പും UK എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള വെസ്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് അദ്ദേഹം എഗ്രി ചെയ്തിരുന്നില്ല. അതുമാത്രമല്ല ഈസ്റ്റ് എന്ന് പറയുന്നത്, ഏഷ്യയും അതുപോലെ മിഡിൽ ഈസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ ഉള്ള ഈസ്റ്റ് ഒരിക്കലും
സ്പിരിച്വലിസ്റ്റിക് മാത്രമായിരുന്നില്ല. നമ്മുടെയിലും ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും അവരിലും ഈ പറയുന്ന സ്പിരിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ വീക്കർ സൈഡും സ്ട്രെങ്തർ സൈഡും ഉണ്ട്. അപ്പൊ ഏതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന മറ്റൊരു ഫിലോസഫറാണ് ബിനോയ് കുമാർ സർക്കാർ എന്ന് പറയുന്നത്. സർക്കാർ ആർഗ്യൂഡ് ദാറ്റ് ഇന്ത്യൻ സൊസൈറ്റി ഹാഡ് മെറ്റീരിയലിസ്റ്റിക് ആസ് വെൽ ആസ് സെക്യുലർ കമ്പോണന്റ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിക്ക്, നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്, ഇന്ത്യൻ സൊസൈറ്റിക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതും സെക്യുലർ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. അത് കണ്ടെത്തുക, അല്ലെങ്കിൽ അത് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തത്. ഇന്ത്യസ് പാസ്റ്റ് കുഡ് ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ടേം ഓഫ് പോസിറ്റീവ് ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ടേം. ഇന്ത്യയുടെ പാസ്റ്റിനെ അദ്ദേഹം ഒരു പോസിറ്റീവ് ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ടേമിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്ത്യക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. He did not subscribe to the view that India was mystical or otherworldly. എന്താണ് പുരോഗമനമില്ലാത്ത otherworldly എന്ന് പറയുന്നത് വെസ്റ്റേണിലെ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള രാജ്യങ്ങളെയാണ് otherworldly എന്ന് പറയുന്നത് അല്ലേ. അതായത് വളരെ പ്രാചീനമായിട്ടുള്ള കാര്യങ്ങൾ, പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളെ ഒരു വെസ്റ്റേൺ ഇന്റലക്ച്വലിൽ പറയുന്ന ഒരു കാര്യമാണ്, ടേമാണ്. അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഈ പറയുന്ന അത്രയും മോഡേൺ അല്ലാത്ത, ടെക്നോളജി അത്രയും ഇംപ്രവൈസ്ഡ് അല്ലാത്ത രാജ്യങ്ങളെ അവർ പറയുന്ന ഒരു പേരാണ് അതർ വേൾഡ്ലി എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മിസ്റ്റിക് ആയിട്ടുള്ള അതർ വേൾഡ്ലി ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് അദ്ദേഹം ഒരിക്കലും കണക്കാക്കുന്നില്ല. ഇന്ത്യയുടെ പാസ്റ്റിലും ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അതുപോലെ സെക്യുലർ കമ്പോണൻസ് ഉണ്ട്. അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വലിസ്റ്റിക്, ഈ ഫിലോസഫിയും സ്പിരിച്വൽ ആൻഡ് സാൽവേഷൻ എന്ന് പറയുന്ന കുറെ കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഫിലോസഫി സാൽവേഷൻ ഓറിയന്റഡ് ആണ്, ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകളൊന്നും നമുക്കില്ല എന്ന് പറയുന്നുണ്ട്. അതെല്ലാം വെസ്റ്റിലാണുള്ളത് എന്ന് പറയുമ്പോൾ ബിനോയ് കുമാർ സർക്കാർ എന്താണ് പറയുന്നത്? അല്ല, നമ്മുടെ രാജ്യത്തിന്റെ പാസ്റ്റിലും ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് സെക്യുലർ കമ്പോണൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ എന്ന് പറയുന്നത് വെറും മിസ്റ്റിക്കൽ അതർ വേൾഡ്ലി ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല എന്നാണ് ബിനോയ് കുമാർ സർക്കാർ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് ഞാൻ ഈ പറയുന്ന സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. The colonial rule had broken up the isolation of India and brought into the global mainstream. Capitalism or bureaucracy culture was dominant force of contemporary times. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, the colonial rule had broken up the isolation. ഇന്ത്യയുടെ ഒരു ഐസൊലേഷൻ broken up ചെയ്തത് colonial rule ആണ്. The colonial rule had broken up the isolation of India and brought into the global mainstream. ഗ്ലോബൽ മെയിൻ സ്ട്രീമിലേക്ക് അത് കൊണ്ടുവന്നത് കൊളോണിയൽ റൂൾ ആണ് ഇന്ത്യയുടെ. ക്യാപിറ്റലിസം, ബ്യൂറോക്രസി കൾച്ചർ, എന്താണ് പറയുന്നത്, ഗ്ലോബൽ മെയിൻ സ്ട്രീം, അതായത് ഗ്ലോബൽ മെയിൻ സ്ട്രീമിലേക്ക്, ഇൻ ടു ദ ഗ്ലോബൽ മെയിൻ സ്ട്രീം. ഗ്ലോബൽ മെയിൻ സ്ട്രീം എന്താണ് പറയുന്നത്? ക്യാപിറ്റലിസം, ബ്യൂറോക്രസി കൾച്ചർ വാസ് ഡോമിനന്റ് ഫോഴ്സ് ഓഫ് കണ്ടംപററി ടൈംസ്. ആ സമയത്ത് കണ്ടംപററി ടൈംസിലെ ഡോമിനന്റ് ഫോഴ്സ് എന്ന് പറയുന്നതൊക്കെയായിരുന്നു. അതിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നത്, ഇന്ത്യ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള രാജ്യമായിട്ട് നിന്നിരുന്നത്, അതിലേക്ക് ഇന്ത്യൻ കൾച്ചറിനെ കൊണ്ടുവന്നത് കൊളോണിയൽ റൂൾ ആണ്. അവരാണല്ലോ ഈ ഗ്ലോബൽ സംഭവങ്ങളൊക്കെ, റെയിൽവേയും പോസ്റ്റൽ സർവീസും ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. In the search for the rationalistic basis of India, BK Sarkar അഥവാ ബിനോയ് കുമാർ സർക്കാർ resembled Max Weber, who developed sociology of capitalism. ഈ ഒരു എന്താണ് റാഷണലിസ്റ്റിക് ബേസിൽ ഇന്ത്യയെ കാണണമെന്ന് ബിനോയ് സർക്കാർ ആഗ്രഹിച്ച സമയത്ത് അദ്ദേഹം റിസംബിൾ ചെയ്തത് നമ്മുടെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെബറെയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം മാക്സ് വെബറിന്റെ കോൺട്രിബ്യൂഷൻസ് എല്ലാം. അദ്ദേഹമാണ് സോഷ്യോളജി ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന സംഭവം ഏറ്റവും പ്രീവിയസ് ടൈമിൽ, അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കുമ്പോൾ നമ്മൾ മാക്സ് വെബറിനെ പഠിച്ചതിന് ശേഷമാണ് കാൾ മാക്സിലേക്ക് പോകുന്നത്. മാക്സ് വെബറിനെയാണ് ആ സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ റിസംബിൾ ചെയ്തിട്ടുള്ളത്. എന്താണ് റിസംബിൾ മാക്സ് വെബർ ഹു ഡെവലപ്പ്, എന്താണ് ബിനോയ് സർക്കാർ അദ്ദേഹം റിസംബിൾ ചെയ്തു, അല്ലെ, റിസംബിൾ ദ മാക്സ് വെബർ ഹു ഡെവലപ്ഡ് സോഷ്യോളജി ഓഫ് ക്യാപിറ്റലിസം. However, സർക്കാർ ഫോക്കസ്ഡ് ഓൺ ദ പോസിറ്റീവ് പൊളിറ്റിക്കൽ ആസ്പെക്ട് ഓഫ് ക്യാപിറ്റലിസം, while Karl Marx discussed its economic aspect. Max Weber focused on bureaucracy. ശരിക്കും ഒരു മാക്സ് വെബറിനെ റിസംബിൾ ചെയ്യുന്ന തരത്തിലാണ് BS സർക്കാർ അദ്ദേഹത്തിന്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഹു ഡെവലപ്ഡ് ദ സോഷ്യോളജി ഓഫ് ക്യാപിറ്റലിസം. അതിൽ സർക്കാർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പൊളിറ്റിക്കൽ ആസ്പെക്ട് ഓഫ് ക്യാപിറ്റലിസം ആണ്. പൊളിറ്റിക്കൽ ആസ്പെക്ട് ഓഫ് ക്യാപിറ്റലിസത്തിനെയാണ് സർക്കാർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്.
ഇവൻ കാൾ മാക്സ് എന്തിനാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്? എക്കണോമിക് ആസ്പെക്ട് ആണ്. മാക്സ് വെബർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ബ്യൂറോക്രസിയാണ്. BK സർക്കാർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്താണ്? പൊളിറ്റിക്കൽ ആസ്പെക്ട് ഓഫ് ക്യാപിറ്റലിസം. BK സർക്കാർ ആരെയാണ് റിസംബിൾ ചെയ്യുന്നത്? മാക്സ് വെബറെയാണ്. അതൊന്നും മറന്നുപോയത്. മാക്സ് വെബറുടെ ഐഡിയോളജി ആയിരിക്കും BK സർക്കാർ. ഐഡിയോളജിയാണ് BK സർക്കാർ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഹിം, ഈവൻ ഇന്ത്യാസ് റിലീജിയൻ ഹാഡ് എ സെക്യുലർ ബേസിസ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ റിലീജിയൻ ഒരു സെക്യുലർ ബേസ് ഉണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ, ദ ഡൈറ്റീസ് സച്ച് ആസ് ശിവ, പാർവതി ഓർ ഗണേശ വർ ക്രിയേഷൻ ഓഫ് മാൻ കൈൻഡ് റാദർ ദാൻ ഡിവൈൻ ഒറിജിൻ. അതിന് അദ്ദേഹം എന്താ പറയുന്നത്? ഈ ഡൈറ്റീസ് സച്ച് ആസ് ശിവനും പാർവതി, ഗണേശ പോലുള്ള ഡൈറ്റീസ് എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് മാൻ മൈൻഡ്, ഹ്യൂമൻ മൈൻഡിന്റെ ഒരു ക്രിയേഷൻ മാത്രമാണ്. അല്ലെങ്കിൽ അല്ലാതെ ഒരിക്കലും ഒരു ഡിവൈൻ ഒറിജിൻ ആയിട്ട് പറയുന്നില്ല. അതൊരു ഹ്യൂമൻ മൈൻഡിന്റെ ക്രിയേഷൻ മാത്രമാണ്. ഇതാണ് അദ്ദേഹം ഇന്ത്യൻ റിലീജിയൻ ഹാഡ് എ സെക്യുലർ ബേസ് എന്ന് പറയുന്ന കാര്യത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. In the Indian tradition, which it undue emphasis on mysticism and renunciation could not help India's adaptation to change time. ഒരിക്കലും ഇന്ത്യൻ മിസ്റ്റിസവും നമ്മുടെ റിന്യൂസിയേഷനും ഒക്കെ നമ്മൾ ഒരിക്കലും ഇന്ത്യക്കാരെ ഒരിക്കലും ഒരു അഡാപ്റ്റേഷൻ സൈഡ് അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ചേഞ്ചിന് സഹായിക്കുന്ന ഘടകങ്ങളല്ല. ഇറ്റ് വാസ് അപ്രോപ്രിയേറ്റ് ഫോർ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ടു assert the rationalist secular past and equip themselves for the challenges of urban industrial society. Sarkar, for example, was opposed to religious റിവൈവലിസം. ഇതിൽ എന്താണ് പറയുന്നത്? നമ്മുടെ പഴയ അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും നമ്മുടെ മിസ്റ്റേക്സ് ആയിട്ടുള്ള റിന്യൂസിയേഷൻ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കൂടെ പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ, പുതിയൊരു രീതിയുമായിട്ട് ഒരു ചേഞ്ചിങ് ടൈം എന്ന് പറയുന്ന ഒരു അഡാപ്റ്റേഷൻ നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ സാധിക്കില്ല. ഇറ്റ് വാസ് അപ്രോപ്രിയേറ്റ് ഫോർ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസിന് മാത്രമേ റീഅസേർട്ട് ദ റാഷണലിസ്റ്റ്. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്ക് ഇന്ത്യയുടെ റിലീജിയന്, ഇന്ത്യയുടെ കൾച്ചറിന് ഈ പറയുന്ന റാഷണലിസ്റ്റിക് ആയിട്ടുള്ള, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അതുപോലെ സെക്യുലർ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട് നിലവിൽ. പക്ഷെ നമ്മളത് തിരിച്ചറിയാതെ പോവുകയാണ്. നമ്മളൊരു ഗ്ലോബൽ ആസ്പെക്റ്റിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയെ ഗ്ലോബൽ ആസ്പെക്റ്റിലേക്ക്, മെയിൻ സ്ട്രീമിലേക്കും ക്യാപിറ്റലിസത്തിലേക്ക് കൊണ്ടുവിട്ടത് കൊളോണിയൽ റൂൾ എന്നാണ് സർക്കാർ പറഞ്ഞു വരുന്നത്. അപ്പൊ സർക്കാർ എന്താണ് പറയുന്നത്? അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസിന് മാത്രമേ ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നമ്മുടെ റാഷണലിസ്റ്റ് ആയിട്ടുള്ള, നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ റാഷണലിസ്റ്റ്, നമ്മുടെ സെക്യുലർ പാസ്റ്റ്, നമ്മുടെ എക്യുപ് ദംസെൽഫ് ഫോർ ദ ചേഞ്ച് ഓഫ് അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഈ അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കൊളോണിയൽ റൂളിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മെയിൻ സ്ട്രീമിലേക്ക് വരികയും ക്യാപിറ്റലിസവും അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്യൂഡൽ മുതലാളിത്തമായിട്ടുള്ള അല്ലെ, ക്യാപിറ്റലിസ്റ്റ് ബ്യൂറോക്രാറ്റിക് സംഭവങ്ങളൊക്കെ വന്നത് കൊളോണിയൽ റൂളിന്റെ ഭാഗമായിട്ട് വെസ്റ്റേൺ ആയിട്ടുള്ള കാര്യം ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ്. അദ്ദേഹം പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഈ റാഷണലിസ്റ്റ് സെക്യുലർ സാധനങ്ങളുണ്ട്, അത് കണ്ടെത്തണമെങ്കിൽ ഇന്ത്യൻസ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വഴി മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായി അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഇന്ത്യയിൽ നിലനിന്നിരുന്ന റിലീജിയസ് റിവൈവലിസ്റ്റ് മൂവ്മെന്റുകളെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ റിലീജിയസ് വിവേകാനന്ദ സ്വാമിയുടെയും സ്വാമി സരസ്വതി അദ്ദേഹത്തിന്റെ ഒക്കെ നമ്മൾ റിവൈവലിസ്റ്റ്, ആര്യസമാജമല്ല നമ്മുടെ റിവൈവലിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആര്യ മൂവ്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവേകാനന്ദ സ്വാമികളുടെ, സരസ്വതി സ്വാമികളുടെ ഒക്കെ റിവൈവലിസ്റ്റ് മൂവ്മെന്റുകളെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ. ആ റിലീജിയസ് റിവൈവലിസത്തെ അദ്ദേഹം ഒപ്പോസ് ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? നമ്മുടെ റിലീജിയന്റെ ഉള്ളിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസിന് അത് കണ്ടെത്താൻ സാധിക്കും. കണ്ടെത്തിയാൽ മാത്രമേ ഈ പറയുന്ന ഔട്ട്വേർഡർ ആയിട്ടുള്ള പുറത്തുനിന്ന് വന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാനും, അതിലൂടെ ഇന്ത്യയുടെ കൾച്ചറിൽ നിന്നുകൊണ്ട്, ഇന്ത്യയുടെ റിലീജിയനിൽ നിന്നുകൊണ്ട്, ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന മോഡേൺ ഐഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഐഡിയോളജി, മോഡേൺ അല്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള റാഷണലിസ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജിസ്റ്റ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റിലീജിയനെ റിവൈവൽ ചെയ്യേണ്ട ആവശ്യമില്ല, റിലീജിയസ് റിവൈവലിസം ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യൻ റിലീജിയൻ ഓൾറെഡി ഇതൊക്കെ ഉണ്ട്, ഇതിന്റെ റിവൈവൽ ചെയ്ത് മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് സർക്കാർ പറയുന്നത്. സർക്കാർ വാസ് ഇൻസ്പയർഡ് ബൈ ദ ടു പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് ഓഫ് യൂറോപ്പിലെ രണ്ട് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സിനെ അദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നിക്കോളോ മച്ചിയാവെല്ലി, അങ്ങനെയാണ് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു.
നിക്കോള എം എന്ന് നമുക്ക് പറയാം. നിക്കോള എം ആൻഡ് തോമസ് ഹോബ്സിന്റെ വർക്കുകളൊക്കെ നിങ്ങൾ സോഷ്യോളജി പഠിക്കുന്നതിന് മുമ്പായിട്ട് റിനൈസൻസും എൻലൈറ്റ്മെന്റും ഒക്കെ പഠിക്കുന്ന സമയങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിക്കോളോ എമ്മും തോമസ് ഹോബ്സുമാണ് സർക്കാരിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് ആയിട്ട് വരുന്നത്. നിക്കോളോ മെച്വാലി എന്ന് പറയുന്നത് 14th സെഞ്ചുറിയിലും അതുപോലെ റോഡ് ഹിസ് പൊളിറ്റിക്കൽ നിക്കോളാസ് ബുക്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫി എഴുതിയിട്ടുള്ളത് 14th സെഞ്ചുറിയിലാണ്. Nicholas Machiavelli, 14th century, wrote his political philosophy in the early days of emerging modern capitalism. The capitalist individual was aggressive. അതിൽ ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. The capitalist individual, ക്യാപിറ്റലിസ്റ്റുകളായിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് was aggressive and self-confident and more interested in material gain. എന്താണ് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ്? അത് കുറച്ചും കൂടെ അഗ്രസീവ് ആയിരിക്കും, അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, അവരുടെ ഇൻട്രസ്റ്റ് എപ്പോഴും മെറ്റീരിയൽ ഗെയിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. The his prescription for political rulers was that they should seize all the opportunity and act ruthlessly to achieve the goal. തോമസ് ഹോബ്സ് വാസ് ദ ലേറ്റർ പൊളിറ്റിക്കൽ ഫിലോസഫർ. അദ്ദേഹം പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളതും മെറ്റീരിയൽ ഗെയിൻ ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ പൊളിറ്റിക്കൽ റൂളേഴ്സ് ചെയ്യേണ്ടത് അവരുടേതായിട്ട് അഗ്രസീവ്നെസ്സിനെയും അവരുടെ മെറ്റീരിയൽ ഗോൾ ഗെയിൻ ചെയ്യാനുള്ള ആഗ്രഹത്തെയും ലിമിറ്റഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റോ കൺട്രോളോ കൊണ്ടുവരിക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റൂളേഴ്സ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. തോമസ് ഹോബ്സ് അതിനുശേഷം ഇതിപ്പോ നിക്കോള എമ്മിന്റെ ആണ് ഈ കൺസെപ്റ്റ്. അടുത്തതായിട്ട് വരുന്ന പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന് പറയുന്നത് തോമസ് ഹോംസ് ആണ്. തോമസ് ഹോംസ് ഹി പ്രൊപ്പോസ് ദ തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭയങ്കര വൺ ഓഫ് ദ ഫേമസ് വർക്കാണ് ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്നത്. തോമസ് ഹോബ്സിന്റെ he opposed the theory of he proposed the theory of social contract. തോമസ് ഹോബ്സ് പ്രപ്പോസ് ചെയ്ത തിയറിയാണ് തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദ സെൽഫ് സീക്കിംഗ് ഇൻഡിവിജ്വൽസ് ഡിസ്പൈറ്റഡ് ബൈ നിക്കോളാസ് എം were no longer suitable for more advanced capital society which required order and balance. ഈ നിക്കോളാസ് എം പറയുന്ന കൈൻഡ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇൻഡിവിജ്വൽ ക്യാപിറ്റലിസ്റ്റുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞു. അവരൊരിക്കലും ഒരു അഡ്വാൻസ്ഡ് ക്യാപിറ്റൽ സൊസൈറ്റി, അഡ്വാൻസ്ഡ് ക്യാപിറ്റൽ സൊസൈറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഓർഡറും കൃത്യമായിട്ട് ബാലൻസും ഉള്ള ഒരു അഡ്വാൻസ്ഡ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിക്ക് ഒരിക്കലും സൂറ്റബിൾ ആയിരിക്കുന്നവരായിരിക്കില്ല ഈ നിക്കോള എം പറയുന്ന ആ സമയത്തെ ഇൻഡിവിജ്വൽ ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. Therefore, individuals must give up their selfish pursuit, enter into social contracts enabled by norms. ഇതില് തോമസ് ഹോബ്സ് എന്താണ് പറയുന്നത്? ഈ പറയുന്ന ഇൻഡിവിജ്വൽസ് ക്യാപിറ്റലിസ്റ്റുകൾ അവരുടെ സെൽഫിഷ് പെർസ്യൂട്ടിനെ ഗിവ് അപ്പ് ചെയ്യുകയും ഒരു സോഷ്യൽ കോൺട്രാക്റ്റിലേക്ക് വരികയും ഒരു നോംസ് ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് വരികയും ചെയ്യുക. ദിസ് വേ ദ ഇൻഡിവിജ്വൽ അഗ്രഷൻ വുഡ് ബി കെപ്റ്റ് അണ്ടർ റീസണബിൾ കൺട്രോൾ. അങ്ങനെ വരുമ്പോൾ ഈ അഡ്വാൻസ്ഡ് ക്യാപിറ്റലിസത്തിൽ വരേണ്ട, ഈ ബാലൻസ്ഡ് പീസ്ഫുൾ ആൻഡ് ഓർഡർ അഡ്വാൻസ്ഡ് ക്യാപിറ്റലിസത്തിൽ വരേണ്ട ഈ പറയുന്ന ഈ ഇൻഡിവിജ്വലിസ്റ്റിക് ക്യാപിറ്റലിസ്റ്റുകളുടെ അഗ്രഷൻ ഒരു കുറവ് വരും എന്നാണ് പറയുന്നത്. അതായത് ഇതിൽ പറഞ്ഞു വരുന്നത് നിക്കോളാസ് എം പറഞ്ഞത് പോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റുകളുടെ അഗ്രഷൻ കുറയണമെങ്കിൽ അവരൊരു സോഷ്യൽ കോൺട്രാക്റ്റിലേക്ക് വരണം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റി ഓർഡർ ആൻഡ് ബാലൻസ്ഡ് ആണ്. അപ്പൊ അവരുടെ സെൽഫിഷ് ഗോൾ ഗെയിൻ ചെയ്യുക എന്നുള്ളതിനെ കുറച്ചെങ്കിലും ഗിവ് അപ്പ് ചെയ്താൽ മാത്രമേ അവരുടെ അഗ്രഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് തോമസ് ഹോബ്സിന്റെ സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ പറയുന്നത്. സർക്കാർ സ്റ്റേറ്റഡ് ദാറ്റ് ഇന്ത്യൻ ഷുഡ് ഫസ്റ്റ്ലി ഗിവ് അപ്പ് ദർ മിസ്റ്റിക്കൽ ആറ്റിറ്റ്യൂഡ്. ഇതന്നെയാണ് പറയുന്നത്. ഇതിന്റെ ഒരു വേറെ ആസ്പെക്ട് ആണ് സർക്കാർ പറയുന്നത്. തോമസ് ഹോബ്സും ഒക്കെ നിക്കോള എമ്മും പറയുന്ന നിക്കോള എം പൊളിറ്റിക്കൽ റൂളേഴ്സിനോട് പറയുമ്പോൾ എന്താണ് തോമസ് ഹോബ്സ് നേരിട്ട് പറയുകയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറിയുടെ ഭാഗമാകുക എന്നുള്ളത്. ഇതേ ഐഡിയോളജി തന്നെയാണ് സർക്കാർ പറയുന്നത്. സർക്കാർ സ്റ്റേറ്റഡ് ദാറ്റ് ഇന്ത്യൻസ് ഷുഡ് ഫസ്റ്റ്ലി ഗിവ് അപ്പ് ദർ മിസ്റ്റിക്കൽ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മിസ്റ്റിക്കൽ ആറ്റിറ്റ്യൂഡിനെ ഈ പറയുന്ന അഗ്രഷനെ അല്ലെങ്കിൽ സെൽഫിഷ് പെർസ്യൂട്ടിനെ ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മിസ്റ്റിക്കൽ ആറ്റിറ്റ്യൂഡിനെ ഗിവ് അപ്പ് ചെയ്യുകയും സെക്കൻഡ്ലി ദേ ഷുഡ് ഡെവലപ്പ് എ സോഷ്യൽ പെർസ്പെക്റ്റീവ്സ് സ്യൂട്ടബിൾ ടു ദ ക്യാപിറ്റൽ ഓർഡർ. അതുകൂടാതെ തന്നെ സെക്കൻഡ്ലി ദേ ഷുഡ് ഡെവലപ്പ് ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവ് സ്യൂട്ടബിൾ ടു ദ ക്യാപിറ്റൽ ഓർഡർ. ക്യാപിറ്റലിസ്റ്റ് ഓർഡറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാക്കിയെടുക്കാനാണ് പറയുന്നത്. എന്താണ് സ്റ്റേറ്റഡ് ദാറ്റ് ഇന്ത്യൻ ഷുഡ് ഫസ്റ്റ്ലി give up their mystical attitude and secondly they should develop a social perspective suitable to the capital order. Important work of KB Sarkar, positive background of Indian sociology. That is important work on positive background of Hindu sociology
and political institution and theories of Hindus, and he taught economics at Calcutta യൂണിവേഴ്സിറ്റി. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മേജർ വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഹിന്ദു സോഷ്യോളജി. 1914 മുതൽ 37 വരെ കാലഘട്ടത്തിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് തിയറീസ് ഓഫ് ഹിന്ദുസ്. ശരിക്കും ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചറിൽ ഓറിയന്റ് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ ഈ പറഞ്ഞ മെറ്റീരിയലിസ്റ്റിക് റാഷണലിസ്റ്റ് സ്ഥാനത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. അദ്ദേഹത്തിന്റെ രണ്ട് തിയറിസ്റ്റുകളാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. നിക്കോള എം എന്ന് പറഞ്ഞ തിയറിസ്റ്റും അതുപോലെ തന്നെ തോമസ് ഹോബ്സിന്റെ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ മിസ്റ്റീരിയസ് ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കുക, നമ്മൾ ഈ പറയുന്ന പോലെ നല്ല അതും ക്യാപിറ്റലിസ്റ്റ് ഓർഡറിന് ഉതക്കുന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ കൊളോണിയൽ റൂളിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഐസൊലേഷൻ നഷ്ടമായി നമ്മൾ ഈ പറയുന്ന മെയിൻ സ്ട്രീമിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ അങ്ങനെ എത്തിച്ചേർന്ന് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്ക് ഒരു ഓർഡറും ബാലൻസ് വരണമെങ്കിൽ നമുക്ക് എത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കണം? ആ സോഷ്യൽ പെർസ്പെക്റ്റീവ് സ്യൂട്ടബിൾ ടു ദ ക്യാപിറ്റലിസ്റ്റ് ഓർഡർ. ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ബിനോയ് കുമാർ സർക്കാരുമായി ബന്ധപ്പെട്ട വർക്കുകൾ വരുന്നത്. ഇനി അടുത്ത തിയറിസ്റ്റ് ആയിട്ടുള്ള അനന്ത കോമരസ്വാമി അല്ലെങ്കിൽ അനന്ത കോമരസ്വാമി എന്ന് പറയുന്ന മറ്റൊരു തിയറിസ്റ്റിനെ കുറിച്ച് ഈ പറയുന്ന മോഡേൺ ട്രഡീഷണൽ ഡെലിമ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അടുത്തത് ഈ അനന്ത കോമരസ്വാമി എന്ന് പറയുന്ന ഒരു ഫിലോസഫറെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ മോഡേൺ ട്രഡീഷണൽ ഡെലിമയെ ഹെൽപ്പ് ചെയ്ത മറ്റൊരു ഫിലോസഫർ എന്ന് പറയുന്നത് അനന്ത കോമരസ്വാമി എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്. അനന്ത കോമരസ്വാമി was an early Indian social thinker whose works helped in the development of sociology in India. He was an idealist. നമ്മൾ BS സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ആദ്യം പഠിച്ചത് അദ്ദേഹം ഒരു റാഷണലിസ്റ്റ് ആണെന്നാണ്. പക്ഷെ അനന്ത കോമരസ്വാമി അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റ് ആണ്. That is a person believing in abstract value of life like God, value of God and goodness. മറ്റേ എന്താണ് BS സർക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു റാഷണലിസ്റ്റ് ആണ്. അദ്ദേഹം ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് ഇന്ത്യൻ സൊസൈറ്റിയുടെ, ഇന്ത്യൻ കൾച്ചറിന്റെ, ഇന്ത്യൻ റിലീജിയന്റെ മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്റ്റിനെ കുറിച്ചും സെക്യുലർ ആസ്പെക്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനെതിരെ അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ആനന്ദ കോമരസ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹം ഈ പറയുന്ന അബ്സ്ട്രാക്ട് വാല്യൂസിനാണ് അദ്ദേഹം ഒരു അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ബിലീഫ്സ് എത്തരത്തിലുള്ളതാണ്? അബ്സ്ട്രാക്ട് വാല്യൂ, നോട്ട് മെറ്റീരിയലിസ്റ്റിക്, നോട്ട് റാഷണൽ. അതിന് വിപരീതമായിട്ട് അബ്സ്ട്രാക്ട് വാല്യൂസ് ഓഫ് ലൈഫിന്റെ അബ്സ്ട്രാക്ട് വാല്യൂസിൽ ബിലീവ് ചെയ്യുന്ന ഒരു ഐഡിയലിസ്റ്റ് ആണ് ആനന്ദ കോമരസ്വാമി എന്ന് പറയുന്ന സോഷ്യൽ തിങ്കർ. അദ്ദേഹം വിശ്വസിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് വാല്യൂസ് ഓഫ് ലൈഫ് ലൈക്ക് ഗോഡ്, വാല്യൂസ് ഓഫ് ഗുഡ്നെസ് മുതലായവയാണ്. The first 2 or 3 decades of this century may be described as a period of Indian Renaissance. നമ്മളത് 20th സെഞ്ചുറിയുടെ ആദ്യത്തിലാണ് ഈ പറയുന്ന സർക്കാരിനെ പറയുന്നത്. 19th സെഞ്ചുറിയുടെ അവസാനം അല്ലെങ്കിൽ ആ ഒരു സമയം ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ നടക്കുന്ന ആ സമയം എന്ന് പറയുന്നത് ആ പീരീഡിനെ എന്താണ് അറിയപ്പെടുന്നത്? ഡിസ്ക്രൈബ്ഡ് ആസ് എ പീരീഡ് ഓഫ് ഇന്ത്യൻ റിനൈൻസൻസ്. ഇന്ത്യൻ റിനൈൻസൻസിന്റെ ഒരു പീരീഡ് ആണ്. അതെ, എന്താണ് റിനൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിനൈൻസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ നിൽക്കുന്ന സോഷ്യൽ വാല്യൂസും സോഷ്യൽ നോംസും സോഷ്യൽ പാറ്റേൺസും സൊസൈറ്റിയുടെ സ്ട്രക്ചറും. ഈ പറയുന്ന നമ്മുടെ സൊസൈറ്റിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കാസ്റ്റ് ഓറിയന്റഡ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? പലതരത്തിലുള്ള ഇൻഇക്വാലിറ്റി ഒക്കെ ഉണ്ടായിരുന്ന സമൂഹത്തിൽ നിന്നും സൊസൈറ്റി കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു സെക്യുലർ ആസ്പെക്റ്റിലേക്ക് സൊസൈറ്റി നല്ല രീതിയിൽ മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിനൈൻസൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സോഷ്യോളജി എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക്, നമ്മളിപ്പോ ഇന്ത്യൻ സോഷ്യോളജിയാണ് പഠിക്കുന്നത്. നിങ്ങൾ അതിനു മുമ്പായിട്ട് നമ്മുടെ സോഷ്യോളജിയുടെ ഒരു എമർജൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിന് റിനൈൻസൻസിനെ കുറിച്ചും എൻലൈറ്റ്മെന്റിനെ കുറിച്ചും ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു റിനൈൻസൻസ് പീരീഡ് ആണ്, ഇന്ത്യൻ റിനൈൻസൻസ് പീരീഡ് ആണെന്ന് ഈ പറയുന്ന ഒരു ഇൻഡിപെൻഡൻസിന്റെ സമയത്തും സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് നടക്കുന്ന സമയം എന്ന് പറയുന്നത്. നോട്ടബിൾ പേഴ്സണാലിറ്റീസ് സച്ച് ആസ് വിവേകാനന്ദ, ശ്രീ Aurobindo and Rabindranath Tagore was also trying to project an idealistic view of India. ഈ ആനന്ദ കോമരസ്വാമിയെ പോലെ തന്നെ വിവേകാനന്ദനും ശ്രീ ഓരോബിന്ദോ അങ്ങനെയാണ് പറയുന്നതെന്ന് വിചാരിക്കുന്നു. അദ്ദേഹവും രവീന്ദ്രനാഥ് ടാഗോറും ഒക്കെ ഈ ഒരു ഐഡിയലിസ്റ്റിക് പെർസ്പെക്റ്റീവില് വിശ്വസിച്ചിരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് ആണ്. ഇൻ എസെൻസ് all these men held that the greatness of Indian lay in its spirituality.
ഇന്ത്യയിലെ സ്പിരിച്വൽ ആസ്പെക്ട് അല്ലെങ്കിൽ വെസ്റ്റിൽ സ്പിരിച്വാലിറ്റി മാത്രമല്ല, നമുക്ക് ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട്, സോറി, ഈസ്റ്റിൽ സ്പിരിച്വാലിറ്റി മാത്രമല്ല, വെസ്റ്റിന്റേതായ ഒരു മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട് ഈസ്റ്റിനും ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു BS സർക്കാർ. അദ്ദേഹത്തിനും വിരുദ്ധമായി അനന്തകോപരസ്വാമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടാഗോർ അടക്കം വിവേകാനന്ദ അടക്കം നിലനിൽക്കുന്ന ഐഡിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഉള്ളവർ പറയുന്നത് ഇന്ത്യയുടെ സ്പിരിച്വാലിറ്റിയുടെ സ്പെഷ്യാലിറ്റിയെ കുറിച്ചാണ്. Through the revival of her spirit, and India could not only overcome its poverty and backwardness, but also bring solace to the West affiliated, എന്താണ്, affiliated by the materialistic greed and disrupted by war and violence. എന്താണ് പറയുന്നത്? നമ്മുടെ ഒരു ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള സംഭവത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? എന്താണ് പറയുന്നത്? നമ്മുടെ പോവർട്ടി ബാക്ക്വേർഡ്നെസ് മാറുക എന്നുള്ളത് മാത്രമല്ല, ഈ വെസ്റ്റിലെ ആളുകളുടെ ഈ പറയുന്ന അവരുടെ ഡിസ്ട്രിപ്റ്റഡ് ബൈ വോർ ആൻഡ് വയലൻസ് എന്ന് പറയുന്ന അവരുടെ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിന് വിരുദ്ധമായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ കണ്ടീഷൻ ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നതെന്നാണ് ഈ ഒരു സെന്റൻസിൽ പറയുന്നത്. തികച്ചും ഇന്ത്യയുടെ പോവർട്ടിയും ബാക്ക്വേർഡ്നെസ്സും മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഐഡിയോളജി, അവരുടെ ഒരു രീതി അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് കൊണ്ടുവരിക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു ഫിലോസഫിക്കൽ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന വാറോ വയലൻസോ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആസ്പെക്ട് ആണ് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് ഐഡിയലിസ്റ്റുകൾ, പ്രത്യേകിച്ച് അനന്തഗോപരസ്വാമി പറയുന്നത്. അടുത്ത ഒരു സ്ലൈഡോടുകൂടി നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. എന്താണ് അനന്തഗോപരസ്വാമി എക്സ്റ്റെൻസീവ്ലി എക്സ്പ്ലോർ ദ എവല്യൂഷൻ ഓഫ് ആർട്സ് ഇൻ ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയുടെ സ്പിരിച്വാലിറ്റിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതുകൂടാതെ തന്നെ ഇന്ത്യൻ ആർട്സിന്റെ എവല്യൂഷനെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തൊരു വ്യക്തിയാണ് അനന്തഗോപരസ്വാമി. എസ്പെഷ്യലി ആർക്കിടെക്ട് ആൻഡ് സ്കൾപ്ചർ, ആർക്കിടെക്ചറും അതുപോലെ സ്കൾപ്ചറും അദ്ദേഹം വളരെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഫോർ ഹിം ഇന്ത്യൻ ആർട്സ് ഇറ്റ് ഈസ് മൈറേറ്റ്, എന്താണ് പറയുന്നത്? ഇന്ത്യൻ ആർട്സ് ഇൻ ഇറ്റ്സ് മൈറിയറ്റ് ഓഫ് ഫോംസ് വാസ് നോട്ട് മിയർലി എ ഡെക്കറേറ്റീവ് ഓർ എസ്തെറ്റിക് സബ്ജക്ട്. ഒരിക്കലും ഇന്ത്യൻ ആർട്ട് എന്ന് പറയുന്നത് ഒരു ഡെക്കറേറ്റീവോ ഒരു എസ്തെറ്റിക് ഒബ്ജക്റ്റ് തരുന്ന ഒരു കാര്യം മാത്രമല്ല. എന്താണ് പറയുന്നത്? ബട്ട് ഇറ്റ് വാസ് ദ കീ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്ത്യൻ മൈൻഡ് വിച്ച് റിക്കഗ്നൈസ് ദ വൺനെസ് ഓഫ് ഓൾ ഇൻ യൂണിവേഴ്സ് ഓർ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇന്ത്യൻ ആർട്സ് ഫോംസ് അല്ലെങ്കിൽ നമ്മുടെ ആർക്കിടെക്റ്റും സ്ട്രക്ചറും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭംഗി, ഒരു ഡെക്കറേറ്റീവ് ഐറ്റം മാത്രമല്ല. ആ ആർട്സിന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു എസൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ഒരു വൺനെസ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലെ, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഒരു വൺനെസ് ഏകി നമ്മൾ ഇന്ത്യൻ ആണെന്ന് പറയുന്ന ഒരു ഇന്ത്യന്റെ ഇമോഷൻ ആണ് ഓരോ ഇന്ത്യൻ ആർട്ട് വർക്കിലും ഉള്ളതെന്നാണ് അനന്തഗോപരസ്വാമി പറയുന്നത്. ഇറ്റ് വാസ് ആൻ എൻറ്റോയറിംഗ് ടെസ്റ്റിമോണി ടു ഗ്രേറ്റ് സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ. അത് ശരിക്കും എന്ന് പറയുന്നത് ഒരു എൻറ്റോയറിംഗ് ടെസ്റ്റിമോണിയാണ്, അല്ലെ? ഇന്ത്യ എന്ന് പറയുന്ന ഗ്രേറ്റ് സിവിലൈസേഷന്റെയും ഗ്രേറ്റ് കൾച്ചറിന്റെയും ഒരു റെപ്രസെന്റേഷൻ ആണ് ഇന്ത്യയുടെ ഓരോ ആർട്ട് വർക്കും. ഇറ്റ് എംബഡേഡ് ദ ഐഡിയൽ ആൻഡ് വാല്യൂസ് ഓഫ് ദ മാൻകൈൻഡ്. നമ്മുടെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയുടെ ഐഡിയൽസും വാല്യൂസും അതിൽ എംബ്രോയിഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇൻ എ കൺട്രി വേർ മെനി പീപ്പിൾ ആർ നോട്ട് ലിറ്ററേറ്റ്, ദ ഇന്ത്യൻസ് ആർ സെർവ് ആസ് എ വിഷ്വൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. നമ്മളെ ഇന്ത്യൻസില് ഒരു മൈനോറിറ്റി എന്ന് പറയുന്നത് മാത്രമേ വിദ്യാസമ്പന്നരായിട്ടുണ്ടായിരുന്നുള്ളൂ. മെജോറിറ്റിയും ഇല്ലിറ്ററേറ്റ് ആണ്, അല്ലെ? അപ്പൊ നമ്മുടെ ആർട്സ് ഫോം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർട്ട് ഫോം എന്ന് പറയുന്നത് അതൊരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇറ്റ് ഡിസ്പൈറ്റ് എപ്പിക്സ്, പുരാണാസ് ആൻഡ് ലെജൻഡ്സ് ഇൻ സ്റ്റോൺ, ക്ലേ ഓർ മാർബിൾ ഫോർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ഫോക്സിന്റെ നാടൻ ഇൻസ്ട്രക്ഷൻ. ഫോക്സ് എന്ന് പറയുന്ന നാടൻ അല്ലെങ്കിൽ ഒരു വർണ്ണാക്കുള്ള ഒരു സാധനമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇൻസ്ട്രക്ഷൻ ഓഫ് ഫോക്സ് എന്തിലൊക്കെ? മാർബിളിലും ക്ലേയിലും സ്റ്റോണിലും ഒക്കെ കൊത്തി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ പുരാണാസിനെ കുറിച്ചും നമ്മുടെ എപ്പിക്സിനെ കുറിച്ചൊക്കെയാണ് ഈ ആർട്ട് ഫോമിൽ കാണിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കൾച്ചർ, നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു ഐഡിയോളജിയാണ് നമ്മുടെ ആർട്ട് ഫോമിലൂടെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ അത്തരത്തിലാണ് അദ്ദേഹം അനന്തഗോപരസ്വാമി നമ്മുടെ ആർട്ട് ഫോമിനെ പഠിച്ചിട്ടുള്ളത്. ഫർദർ എന്താണ് ഇതിൽ പറയുന്നത്? ഫർദർ it treasured India's religious values and summed up India's recognition of oneness in all forms of expression. Viewed thus, the harsh and the tender, and the ugly and the beautiful, the rational and expressive were all partial of the total artistic experience. അല്ലെ? എല്ലാം ഉണ്ട് അതില്.
ഒരു ആർട്ട് ഫോമിൽ ഒരു ആർട്ടിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു കൾച്ചറിന്റെ, ഒരു നേഷന്റെ, ഒരു റീജിയന്റെ, ഒരു റിലീജിയന്റെ എല്ലാ ഒരു എക്സ്പ്രഷനും ആ ആർട്ട് ഫോമിൽ വരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് treasured India's religious values, summed up India's recognition of oneness in all form of expression. Viewed thus harsh and tender, അല്ലെ, ugly and, അതിലെ നമ്മളെല്ലാം കാണുന്നുണ്ട്. ഹാർഷുമാണ്, ടെൻഡറുമാണ്, അഗ്ലിയുമാണ്, ബ്യൂട്ടിഫുൾ ആണ്, റാഷണൽ ആൻഡ് എക്സ്പ്രസീവ് were all part and parcel of the total artistic experience. And the Kovaraswamy wrote many books in interpreting philosophy of Indian art. Indian ആർട്ടിന്റെ ഒരു ഇന്റർപ്രറ്റേറ്റിംഗ്, അല്ല, ഇന്ത്യൻ ആർട്ടിനെ കുറിച്ച് കീറിമുറിച്ച് പഠിച്ചൊരു മനുഷ്യനാണ്. അതിന് ഇന്റർപ്രറ്റേറ്റിംഗ് ആയിട്ട് തരുന്ന ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. In the West, India's achievement in the past had been known മെയിൻലി ത്രൂ ദ സാൻസ്ക്രിറ്റിക് ടെസ്റ്റ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഐഡിയലിസ്റ്റിക് ആയിട്ടുണ്ടെങ്കിൽ പഴയ ഒരു അപ്രോച്ച് വരും അല്ലെ. ഇതിനു മുമ്പ് എന്താണ് പറയുന്നത്, ഇന്ത്യൻ ഈ ഭക്തി മൂവ്മെന്റ്, ഭക്തി റിലീജിയൻ, ലിറ്ററേച്ചർ ഒക്കെ നമ്മൾ പഠിച്ച സമയത്തും അതിനു മുമ്പുണ്ടായ ഇന്ത്യൻ സൊസൈറ്റിയുടെ സംസ്കൃതത്തിൽ ഓറിയന്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു സുപ്രീമസിയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ വെസ്റ്റ്, ഇന്ത്യാസ് അച്ചീവ്മെന്റ് ദ പാസ്റ്റ് ഹാഡ് ബീൻ, വെസ്റ്റില്, അതായത് യൂറോപ്യൻസിൽ ഇന്ത്യൻ അച്ചീവ്മെന്റ്സ് ഒക്കെ ഒരു സാൻസ്ക്രിറ്റിക് ടെസ്റ്റിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദ വെസ്റ്റ് ഹാഡ് ഓൺലി എ ബിഗ് നോഷൻ ഓഫ് ഇന്ത്യൻ ആർട്ട് വിച്ച് ഹാഡ് ഡെവലപ്ഡ് ഓവർ നിയർലി 4 millennia. ഈ പറഞ്ഞ സംസ്കൃതത്തിലാണ്, ഈ വെസ്റ്റിലൊക്കെ ഇന്ത്യൻ ആർട്ട് ഒരു സംസ്കൃത ഭാഷയിലാണ്, എല്ലാവർക്കും വായിച്ചെടുക്കാൻ പറ്റുന്ന ഭാഷയിലായതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ഇന്ത്യൻ ആർട്ടിനെ കുറിച്ച് വളരെ വീഗ് ആയിട്ടുള്ള ഒരു നോഷൻ മാത്രമേ ഉള്ളൂ. അതാണ് ദ വെസ്റ്റ് ഹാഡ് ഓൺലി എ ബിഗ് നോഷൻ ഓഫ് ഇന്ത്യൻ ആർട്ട് വിച്ച് ഹാഡ് ഡെവലപ്ഡ് ഓവർ 4 ബില്ലേനിയങ്ങളായിട്ട്, വർഷങ്ങളും കാലഘട്ടങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള ഇന്ത്യൻ ആർട്ടിനെ കുറിച്ച് വളരെ വേഗായിട്ടുള്ള ഐഡിയോളജി വെസ്റ്റിനുള്ളൂ. അതിന്റെ കാരണം പറയുന്നുണ്ട് സംസ്കൃതത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ. And the Kovaraswamy made a unique distinction between tradition and modernity. He held that tradition was approached anchored in value of collective life and qualitative achievement. മോഡേണിറ്റിയും ട്രഡീഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ. എന്താണ് ട്രഡീഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? വാല്യൂസ് ഓഫ് കളക്റ്റീവ് ലൈഫ്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉന്നമനം എന്ന് പറയുന്ന കളക്റ്റീവ് ലൈഫിനാണ് ഈ പറഞ്ഞ ട്രഡീഷനും. ക്വാളിറ്റേറ്റീവ് അച്ചീവ്മെന്റ്, മനസ്സിന്റെ സാൽവേഷൻ ഒക്കെ പോലുള്ള ഒരു ക്വാളിറ്റീവ് അച്ചീവ്മെന്റിനെ കുറിച്ച് ട്രഡീഷൻ പറയുമ്പോൾ എന്താണ് പറയുന്നത്? ആസ് സച്ച് ഇറ്റ് വാസ് കോമൺ ടു ഓൾ കൺട്രീസ്. ഈ ട്രഡീഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഐഡിയലിസ്റ്റ് ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട് ഇന്ത്യയിൽ മാത്രമല്ല, ഈസ്റ്റിലും മിഡിൽ ഈസ്റ്റിലും വെസ്റ്റിലും കാണാൻ സാധിക്കും. അവിടെയൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ദിസ് അപ്രോച്ച് വാസ് ഡിസ്ട്രപ്റ്റഡ് ബൈ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഈ പറയുന്ന ഈ ഫിലോസഫിക്കൽ ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള ഈ കളക്റ്റീവ് ലൈഫ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അച്ചീവ്മെന്റ് ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്ന ആ സംഭവം നശിക്കപ്പെടുന്നത് എന്തിനു ശേഷമാണ്? എന്താണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അപ്രോച്ച് ദിസ് ഡിസ്ട്രപ്റ്റ് ബൈ, എന്താണ് അത് ഡിസ്റ്റർബ് ആയിട്ടുള്ളത് അല്ലെ, നശിക്കപ്പെട്ടുള്ളത് ബൈ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വാസ് ഇൻഫ്ലുവൻസ് ബിക്കം വേൾഡ് വൈഡ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് ലോകത്തെമ്പാടും ഈ പറയുന്ന ഐഡിയലിസ്റ്റിക് സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് ആനന്ദ കോമരസ്വാമി പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ആനന്ദ കോമരസ്വാമി did not belittle science and technology but regretted that the modern times and science and technology have been put to wrong use. People became aggressive and selfish. The nation tried to dominate each other through violence and warfare. ഒരിക്കലും ടെക്നോളജിനെയും സയൻസിനെയും അദ്ദേഹം പൂർണ്ണമായിട്ടും കുറ്റം പറയുന്നില്ല. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് അതെല്ലാം നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു മുത്തനെ പറയുന്നില്ലെങ്കിലും അതിന്റെ ശരിയല്ലാത്തൊരു യൂസ് എന്ന് പറയുന്നത് മോഡേൺ ടൈംസിലെ അതിന്റെ ഒരു എന്താണ് ഹാസ് ബിൻ റോങ് യൂസസ് എന്നാണ്. ഒരു റോങ് ആയിട്ടുള്ള യൂസസ്. പീപ്പിൾ ബിക്കെയിം അഗ്രസീവ്, അല്ലെങ്കിൽ പീപ്പിൾ ബിക്കെയിം അഗ്രസീവ്, സെൽഫിഷ്. അത് മാത്രമല്ല, എല്ലാ നേഷൻസിന്റെ മേലേക്ക് ഡോമിനേഷൻ വേണമെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഒരു വയലൻസും വാർഫെയർ ഒക്കെ വന്നതും ഈ സയൻസിന്റെയും ടെക്നോളജിയുടെയും ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെയും ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ഈ ടെക്നോളജി ഒക്കെ നേരെയല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുകയും ജീവിതം കുറച്ചും കൂടെ സ്മൂത്ത് ആവുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അനന്ത കോവരസ്വാമി പറയുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് ഈ ഐഡിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ്സിനെ ഇല്ലാതാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻ കമ്പയറിംഗ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ഹി ഡിഡ് നോട്ട് ട്രൈ ടു അപ്ഹോൾഡ് ഇന്ത്യസ് superiority over the rest, spirituality and human value. He wrote extensively on the commonness of mysticism in Europe, Chinese and Arabic religious texts and documents.
ഇൻ കമ്പയറിംഗ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, അദ്ദേഹം ഈസ്റ്റ് ആൻഡ് വെസ്റ്റിന്റെ ഐഡിയോളജീസും ഇന്റലക്ച്വൽസും കമ്പയർ ചെയ്യുമ്പോൾ ഡിഡ് നോട്ട് ട്രൈ ടു അപ്ഹോൾഡ്, ഒരിക്കലും ഒരു ട്രൈ ചെയ്യുന്നില്ല, ഡിഡ് നോട്ട് ട്രൈ ടു അപ്ഹോൾഡ് ഇന്ത്യസ് സുപ്പീരിയോറിറ്റി ഓവർ ദ റെസ്റ്റ് ഓഫ് സ്പിരിച്വാലിറ്റി. ഇന്ത്യയുടെ ഫിലോസഫിയുടെ ഒരു സുപ്പീരിയോറിറ്റി എന്തിന്റെ ബേസിൽ, സ്പിരിച്വാലിറ്റി, ഹ്യൂമൻ മൈൻഡ്സിൽ, അതൊരിക്കലും അതിനെ മാത്രം അപ്ഹോൾഡ് ചെയ്യുന്നില്ല അദ്ദേഹം. അത് മാത്രമല്ല അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ഹി റോട്ട് എക്സ്റ്റെൻസീവ്ലി ഓൺ ദ കോമൺനെസ് ഓഫ് മിസ്റ്റിസം ഇൻ യൂറോപ്പ്. മിസ്റ്റിസം അല്ലെങ്കിൽ ഐഡിയലിസം എന്ന് പറയുന്ന കാര്യത്തിൽ യൂറോപ്പിന്റെയും ചൈനയുടെയും ചൈനീസിന്റെയും അറബിക്കിന്റെയും റിലീജിയസ് ടെസ്റ്റിന്റെയും ഡോക്യുമെന്റിനെയും അടയാളപ്പെടുത്തിയിട്ട് ഈ പറയുന്ന മിസ്റ്റിസം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച്, അതിന്റെ ഒരു കോമൺനെസ്സിനെ കുറിച്ച് അദ്ദേഹം വളരെ കൂടുതലായിട്ട് എഴുതുന്നുണ്ട്. ചൈന വാസ് എ ഗ്രേറ്റ് സിവിലൈസേഷൻ, മച്ച് ഓഫ് ഇറ്റ്സ് കൾച്ചർ വാസ് മോഡൽഡ് ബൈ എന്നാണ് അതിനെ രൂപീകരിച്ചിരിക്കുന്നത്, ബൈ ബുദ്ധിസം. അതർ ഏഷ്യൻ കൺട്രീസ് സച്ച് ആസ് ജപ്പാൻ, തായ്ലാൻഡ് ആൻഡ് ശ്രീലങ്ക ആൻഡ് കംബോഡിയ ടു ഹാവ് ബീൻ മോഡൽഡ് ബൈ ദ ഇന്ത്യൻ കൾച്ചർ. ബുദ്ധിസത്തിലാണ് ചൈനീസ് സിവിലൈസേഷൻ മോൾഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഏഷ്യയിലെ ജപ്പാൻ, തായ്ലാൻഡ്, ശ്രീലങ്ക, കംബോഡിയ പോലുള്ളത് ഇന്ത്യൻ കൾച്ചറിന്റെ ബേസിലാണ് മോൾഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ആനന്ദ കുമാരസ്വാമി പറയുന്ന കാര്യങ്ങളാണ്. ആനന്ദ കുമാരസ്വാമി സം ഡിഡ് നോട്ട് അഡ്വക്കേറ്റ് ഓറിയന്റലിസം ഓഫ് ദ വെസ്റ്റ് നോർ ഡിഡ് നോട്ട് ഡിസയർ എനി സിന്തസിസ് ഓഫ് ദ ടു. ഒരിക്കലും ഓറിയന്റലിസം എന്ന് പറയുന്ന വെസ്റ്റിന്റെ ഒരു ഓറിയന്റലിസത്തെ അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല വെസ്റ്റിന്റെയും ഈസ്റ്റിന്റെയും കൂടെ കൂടിയിട്ട് ഒരു സിന്തസിസ്, രണ്ടിന്റെയും കൂടിയിട്ട് നല്ല തരത്തിലുള്ള ഒരു സിന്തസിസ് ഓഫ് ടു, അതും അദ്ദേഹം ചെയ്യുന്നില്ല. ഹി സ്റ്റുഡ് ഫോർ ദ റിട്ടേൺ ടു ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഈ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഈ കളക്റ്റീവ്നെസ്, അതുപോലെ തന്നെ ഐഡിയലിസം, ബിലീഫ് ഓഫ് ഗോഡ് ആൻഡ് ഗുഡ്നെസ് ആൻഡ് ഈക്വാലിറ്റി പോലുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അതിന്റെ റിട്ടേൺ മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുള്ളൂ. അല്ലാതെ ഈ സർക്കാരൊക്കെ, BS സർക്കാരൊക്കെ അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ സൊസൈറ്റിയുടെ ഉള്ളിൽ നിന്നുള്ള സംഭവങ്ങൾ കണ്ടെത്തിയിട്ട് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവ്സ് വ്യക്തിയായി മാറാൻ പറയുമ്പോൾ, അങ്ങനെ പുതിയ നിലനിൽക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഉള്ളതിൽ നിന്നും സ്വീകരിക്കുക, അങ്ങനെ ഒരു പുതിയ സിന്തസിസ് എന്ന് പറയുന്നത് പുതിയൊരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരിക്കലും അനന്ത കുമാരസ്വാമി പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് പഴയ കാലത്തിലേക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് തിരിച്ചു പോകാനാണ്. ബൈ വിച്ച് ഹി മീൻ ടു ദ മോറൽ വാല്യൂ വിച്ച് വർ ബേസിസ് ഓഫ് ഓൾ ഹ്യൂമൻ കൈൻഡ്. എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഓൾ ഹ്യൂമൻ കൈൻഡിന് വേണ്ടിയിട്ടുള്ള മോറൽ വാല്യൂസിലേക്ക്, അതാണ് അദ്ദേഹം ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതിലേക്ക് തിരിച്ചു പോകാനാണ് ആനന്ദ കുമാരസ്വാമി പറയുന്നത്. ഇമ്പോർട്ടൻസ്, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ദ ഡാൻസ് ഓഫ് ശിവ, ദ ക്രിസ്ത്യൻ ആൻഡ് ഓറിയന്റൽ ഫിലോസഫി ഓഫ് ആർട്സ് മുതലായവയാണ്. ആനന്ദ കുമാരസ്വാമിയുടെ ഒരു വാക്കുകളാണ് ഈ പറയുന്നത്. ചൂസൺ പീപ്പിൾ ഓഫ് ദ ഫ്യൂച്ചർ ക്യാൻ ബി നോ നേഷൻ, നോ റേസ്, ബട്ട് ആൻഡ് എക്സ്പ്രോക്രസി ഓഫ് ദ വേൾഡ് in the whom the vigor of European action will be united to the centrality of Asiatic thoughts. ഇതാണ് ഈ ഒരു ഐഡിയോളജിക്കൽ ആസ്പെക്ട് തന്നെയാണ് ആനന്ദ കുമാരസ്വാമിയുടെ വാക്കുകളിൽ പറയുന്നത്. ഇതൊക്കെയാണ് ആനന്ദ കുമാരസ്വാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി കുറച്ച് അതർ ഇന്റലക്ച്വൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. രാധാകമൽ മുഖർജി, GS കുറെ. അടുത്ത ക്ലാസ്സിൽ ബ്ലോക്ക് 2 നമ്മൾ രാധാകമൽ മുഖർജിയുടെയും കുറേയുടെ വർക്കുകൾ എക്സ്റ്റെൻസീവ് ആയിട്ട് പഠിക്കുന്നുണ്ട്. Two noted sociologists of Lucknow and Bombay University, respectively, were more directly influenced by India's Sanskrit heritage. T.P. Mukherjee, another eminent sociologist of Lucknow, started off as a Marxist. He viewed traditions and modernity as confronting each other and shaping each other, but he rejected the final Marxist solution for utopian state. ഇതൊക്കെ നമുക്ക് TP മുഖർജിയെ കുറിച്ച് 3ാമത്തെ ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഇനി സ്ട്രക്ചർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന അവസാനത്തെ ഒരു യൂണിറ്റ് 2ന്റെ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് യൂണിറ്റ് ഈ ഒരു പോർഷനിലെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇൻ 3 ബ്രിട്ടീഷ് പ്രസിഡൻസീസ്, കൽക്കത്ത, ബോംബെ, മദ്രാസ്, യൂണിവേഴ്സിറ്റീസ് were established during 19th century. 19ാം നൂറ്റാണ്ടില് ബ്രിട്ടീഷ് പ്രസിഡൻസീസ് ആയിട്ടുള്ള കൽക്കത്തയിലും കൊൽക്കത്ത, ബോംബെ, മദ്രാസിലെ ഒരു യൂണിവേഴ്സിറ്റീസ് സ്ഥാപിക്കുന്നുണ്ട്. In the princely state of India, such as Baroda, Mysore, Hyderabad, institutions were established for modern education. ഇവ കൂടാതെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് രാജാക്കന്മാരുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള ബറോഡയിലും മൈസൂരും ഹൈദരാബാദും മോഡേൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുന്നുണ്ട്. While higher institution had English medium, lower school of had vernacular. ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് മീഡിയവും, ലോവർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരുടെ ഭാഷ റീജിയണൽ, അതാണ് വെർണാക്കുലർ എന്ന് പറയുന്നത്, വെർണാക്കുലർ ലാംഗ്വേജിലേക്ക് വരുന്നു. ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ വാസ് ടു ട്രെയിൻ ഇന്ത്യൻസ് ഇൻ ആർട്സ് ആൻഡ് സയൻസ് ടു
So they would help in the smooth functioning of British rules in India. ഇന്ത്യൻസിനെ ആർട്സും സയൻസും പഠിപ്പിക്കുക, അതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ സ്മൂത്ത് ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റീസും ഒക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. In the arts and science, a limited number of subjects were taught. These include English, history, philosophy, economics, physics, chemistry, botany, and zoology. Sociology came to thought to be as a major subject only after 2 decades of 20th century. എന്താണ് പറഞ്ഞത്? ഇതിൽ ആദ്യം കുറച്ച് സബ്ജക്റ്റുകൾ മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഫിലോസഫി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ആണ്. സോഷ്യോളജി ഏറ്റവും അവസാനം. സോഷ്യോളജി came to be taught as a major subject only after 2 decades, or after first 2 decades. 20th സെഞ്ചുറിയുടെ 2 ഡെക്കേഡ്സിന് ശേഷമാണ് സോഷ്യോളജി ഒരു മേജർ സബ്ജക്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. സോഷ്യോളജി ഡെവലപ്ഡ് ആസ് എ ഡിസിപ്ലിൻ പ്രൈമർലി ഇൻ ബ്രിട്ടീഷ് റൂളേഴ്സ് ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റംസ്, മാനേഴ്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ ജനതയുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും മാനേഴ്സും കസ്റ്റംസും അറിയാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് സോഷ്യോളജി ഒരു ഡിസിപ്ലിൻ ആയിട്ട് ബ്രിട്ടീഷ് റൂളേഴ്സ്, കൊളോണിയൽ റൂളേഴ്സ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഫോർ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ദേ റിക്വയർഡ് ടു നോ ദ കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഇന്ത്യ who they were trying to be govern. അവരെ ഗവേൺ ചെയ്യണമെങ്കിൽ, അവരുടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് കൊളോണിയൽ റൂളേഴ്സ് സോഷ്യോളജി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. Thus, initially, it was British administrators such as Herbert Risley, J.H. Cotton, and Wilson, Alfred Lyell, and Baines. ഈ പറയുന്ന ഹെർബർട്ട് റിസ്ലിയുടെ വർക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. J.H. Cotton and Wilson, Alfred Lyell ആൻഡ് ബെയിൻസ്, ഇവരൊക്കെയാണ് ഈ പറയുന്ന സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുള്ള ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ്സ് എന്ന് പറയുന്നത്. ഹു കണ്ടക്ടഡ് എക്സ്റ്റെൻസീവ് സ്റ്റഡീസ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ഇൻ ദർ കൾച്ചർ ആൻഡ് റൈസസ്. Sociology was introduced in 1914 in Bombay University. 1914 ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് സോഷ്യോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. The government of India gave a grant to the university for teaching of sociology, and course of lecture in sociology and economics was offered to the postgraduate student the same year. അതേ സെയിം ഇയറിൽ തന്നെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിക്ക് ഗ്രാന്റ് നൽകിയതിന് വേണ്ടിയിട്ടാണ്. ഫോർ ടീച്ചിങ് ഓഫ് സോഷ്യോളജി ആൻഡ് കോഴ്സ് ഓഫ് ലെക്ചർ ഇൻ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ് വാസ് ഓഫർഡ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഇൻ ദ സെയിം ഇയർ. 1919 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി ആൻഡ് സിവിക്സ് വാസ് ഫൗണ്ടഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് പാട്രിക് ഗിഡൻസ്. പാട്രിക് ഗിഡൻസിന്റെ ലീഡർഷിപ്പിൽ 1919 സോഷ്യോളജി ആൻഡ് സിവിക് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഹു വാസ് ഡിസ്റ്റിങ്യൂഷ്ഡ് ബയോളജിസ്റ്റ് ആൻഡ് ടൗൺ പ്ലാനർ. ഫെഡറിക് ഗിഡൻസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഡിസ്റ്റിങ്യൂഷ്ഡ്, വളരെ ഫേമസ് ആയിട്ടുള്ള ബയോളജിസ്റ്റും ടൗൺ പ്ലാനറുമാണ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ Calcutta University in 1978. Postgraduate Council of Arts and Science by Sir Bajendranath Singh. Bajendranath Singh. സർ ബജേന്ദ്രനാഥ് സീലിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു എന്താണ് കൗൺസിൽ ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ ഭാഗമായിട്ട് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കൽക്കത്ത യൂണിവേഴ്സിറ്റി in 1917. Seal was appointed a vice chancellor of Mysore University. Seal was appointed as the vice chancellor of Mysore University at that time. He was a professor of philosophy at Calcutta earlier. It was his effort of A.R. Vadia, Mysore University, which helped to establish sociology as a discipline in the university. ഇതൊക്കെ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാൻ നന്നാവും. In Calcutta, sociology was taught by Radhakamal Mukherjee, Binoy Kumar Sarkar. Both these sociologists are pioneers in their field. Radhakamal Mukherjee later went to Lucknow, and which became another center of sociological learning in India in 1921. Beside Calcutta and Bombay, he, along with D.P. Mukherjee and D.P. Majumdar, one of the Marxiologists and sociologists, and other a social anthropologist, helped found Lucknow an influenced center of teaching and social search in sociology and anthropology. ഇതിൽ പറയുന്നത് വേറെ ഒന്നുമില്ല, D.P. മുഖർജിയും രാധാകമൽ മുഖർജിയും ബിനോയ് കുമാർ സർക്കാരിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. നമ്മൾ വിനോയ് കുമാർ സർക്കാരിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പഠിച്ചു. രാധാകമൽ മുഖർജിയെ കുറിച്ച് അടുത്ത ബ്ലോക്കിൽ പറയും. D.P. മഞ്ജുദാറിന്റെ വർക്കുകളൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറയാതെ പുറത്ത്. ഇതൊക്കെയാണ് ഇന്ത്യൻ സോഷ്യോളജിയുടെ ഒരു ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒരു അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഈ പറയുന്ന ഫസ്റ്റ് യൂണിറ്റ് അവസാനിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ഫിഗേഴ്സും ഒരുപാട് ഇയേഴ്സും ഒരുപാട് സ്ഥലങ്ങളും വരുന്നുണ്ട്. പക്ഷെ ഇതൊരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇന്ത്യൻ സോഷ്യോളജിയുടെ. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളുടെ ബ്ലോക്ക് 2 വരുമ്പോഴാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളുടെ വർക്കുകളെ കുറിച്ച് നിങ്ങൾ വിശദമായി പഠിക്കും. അപ്പൊ അതുവരേക്കും താങ്ക് യു.